അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നേരത്തെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തുനിന്ന് ഇൻഷാ അല്ലാഹ് ആരംഭിക്കുകയാണ്. ഖബർ വ്യവസായവും ഖബർ കെട്ടിപ്പൊക്കലുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ വെറുക്കുന്ന രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന്, ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ. ആ കാലഘട്ടത്തിൽ ആളുകൾ എത്രമാത്രം ഈമാൻ ഇല്ലാത്തവരാണെന്നും എത്രമാത്രം ഒരു അങ്ങേയറ്റത്തെ മോശമായ സാഹചര്യത്തിലേക്ക് എത്തിയവരാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുന്നിടത്ത് വരുന്നൊരു വിഷയമാണത്. അതായത് അള്ളാഹ് എന്ന് പോലും പറയാൻ ഇല്ലാത്ത, അത്രത്തോളം പോലും ഈമാൻ ഇല്ലാത്ത ആളുകൾ, അവരിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മോശമായ ആളുകൾ എന്ന് പറഞ്ഞത് ഖബർ കെട്ടിപ്പൊക്കുന്ന, ആ ഖബറിനെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ആളുകളെ സംബന്ധിച്ചാണ്. അപ്പോൾ ഖബറുകൾ കെട്ടിപ്പൊക്കലും അതിനെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റലും എല്ലാം അത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിടത്ത് അവരെ ബന്ധപ്പെടുത്തുന്നത് ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയം എത്രത്തോളമുള്ള ഒരു ഗൗരവമേറിയതാണ് എന്ന് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക, വിലയിരുത്തുക. അപ്പം അതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാരുടെ എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പലതും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ചെയ്യുന്ന പ്രവർത്തനത്തിനൊരു ന്യായീകരണം കണ്ടെത്തുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. ഒരു ചോദ്യം എഴുതി കിട്ടിയത് ഇവിടെ വായിക്കുകയാണ്. ഇവിടെ നമ്മളെ സഹോദരന്മാർ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കാണുന്നത് എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും. ഒരവസരം കൂടി തന്നാൽ ഒരു ചോദ്യം കൂടി ചോദിക്കാം. അതായത് എൻ്റെ ചെറുപ്പകാലത്തും ഇപ്പോഴും എക്കാലത്തും ദ്വീപിലും കേരളക്കരയിലും വിദേശത്തും ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതായത് നബി പരമ്പരയിലുള്ള കുറേ ആൾക്കാർ, അതായത് ഒരു കൂട്ടം ആൾക്കാർ, സയ്യിദെന്നും തങ്ങന്മാരെന്നും പറയുന്ന നബി കുടുംബ പരമ്പരയിൽ വന്ന ഒരാൾക്കാർ, അവർ പ്രത്യേക ഒരു വിഭാഗമായിട്ട് ഇപ്പോഴും ഉണ്ട്, ദ്വീപിലും പലയിടത്തും ഉണ്ട്. അപ്പം എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ, നബി പരമ്പരയിൽ പെട്ട ആൾക്കാരാണോ ഈ സയ്യിദന്മാർ? ഇസ്ലാമികമായി ഈ പരമ്പരക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? പിന്നെ ഈ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നും അതിൻ്റെ അവസാനം ഇമാം മഹ്ദി വരുന്നത് ഈ സയ്യിദ് പരമ്പരയിൽ നിന്നാണെന്നും അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞു. വിശദീകരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു നല്ല ഒരു ചോദ്യമാണ്. പലപ്പോഴും സമൂഹത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കാൻ ഏറെ എളുപ്പമായതുമായിട്ടുള്ളൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിൽ വരുന്ന ആളുകൾക്കാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്. സയ്യിദന്മാർ, അതേപോലെ തങ്ങന്മാർ എന്നൊക്കെ നമ്മൾ നമ്മുടേതായ നാടിൻ്റെ ശൈലിയും നമ്മൾ കേട്ടുവരുന്ന പദപ്രയോഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ സയ്യിദന്മാർ എന്ന് പറയുന്ന ആളുകൾ, അവർ പറയുന്നത് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിലേക്ക് എത്തിച്ചേരുന്നവരാകുന്നു എന്നാണ്. ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട് ആരാണ് അഹ്ലു ബൈത്ത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം. അതും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അഹ്ലു ബൈത്തിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷെ ആരാണ് അഹ്ലു ബൈത്ത്, എന്താണ് അഹ്ലു ബൈത്ത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിടത്ത് അവർ ചില നിബന്ധനകളും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അടിസ്ഥാനപരമായി അഹ്ലു ബൈത്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലു ബൈത്ത് 4 വകുപ്പിലൂടെ വരുന്നവരാണ്. ഒന്ന് ആലു അലി, അലിയുടെ കുടുംബം. 2 ആലു അബ്ബാസ്, അബ്ബാസിന്റെ കുടുംബം. 3 ആലു ജാഫർ, ജാഫറിന്റെ കുടുംബം. 4 ആലു ഉഖൈൽ,
ഉഖൈലിന്റെ കുടുംബം. അപ്പൊ ഉഖൈല്, ജഅഫർ, അബ്ബാസ്, അലി റളിയല്ലാഹു അൻഹും അവരിലൂടെ വരുന്ന പരമ്പരക്കാണ് എന്ത് പറയുന്നത്? അഹ്ലു ബൈത്ത് എന്ന് പറയുന്നു. ആലു ബൈത്ത് എന്നും പറയാറുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ സംബന്ധിച്ചും അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗം കാണാൻ സാധിക്കും. വയുതഹിറക്കും തത്ഹീറ, അല്ലാഹു തആല നിങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരാമർശം. അപ്പോൾ അങ്ങനെ ഒരു അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആലു ബൈത്ത് എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ട്. ശരിയാണ്. ആ ആളുകളെ നമ്മൾ ബഹുമാനിക്കുകയും വേണം, ആദരിക്കുകയും വേണം, സ്നേഹിക്കുകയും വേണം. ഇനി ഖിയാമത്ത് നാളാകുമ്പോൾ മഹ്ദിയെ സംബന്ധിച്ചും പ്രവാചകൻ പറഞ്ഞതാണ് അൽ മഹ്ദിയു മിന്നി എന്ന് കാണാം. അൽ മഹ്ദിയു മിന്നി എന്ന് പറഞ്ഞാൽ മഹ്ദി എന്നിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആ പരമ്പരയിലൂടെയാണ് വരുന്നത്. അൽ മഹ്ദിയു മിൻ ഉത്രതി, എന്റെ പരമ്പരയിലൂടെ എന്റെ കുടുംബത്തിലൂടെ എന്ന റിവായത്തും മഹ്ദിയെ കുറിച്ച് കാണാൻ സാധിക്കും. അപ്പൊ ആ മഹ്ദിയുടെ പേര് മുഹമ്മദ് എന്നാണ്. യുവാത്തു ഇസ്മഹു ബിസ്മി വസ്മു അബീഹി ബിസ്മി അബി എന്ന ചില ഹദീസുകൾ കാണാം. മഹ്ദിയുടെ പേര് എന്റെ പേരിനോടും മഹ്ദിയുടെ വാപ്പയുടെ പേര് എന്റെ പിതാവിന്റെ പേരിനോടും വാപ്പയുടെ പേരിനോടും യോജിക്കും. അപ്പോ മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന അർത്ഥത്തിൽ തന്നെ ആ പേരിൽ തന്നെ ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടാനും വരാനുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമാണത്. അതും ചെന്നെത്തിച്ചേരുക ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ ആ പരമ്പരയിൽ അലിയിലേക്കാണ് ചെന്നെത്തിച്ചേരുന്നത്. അപ്പൊ ഏതായാലും അങ്ങനെ അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് നമ്മുടെ നാടുകളിൽ പ്രവാചക പരമ്പരയിലേക്ക് എത്തിച്ചേരുന്നവർ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളാണ് സയ്യിദന്മാർ എന്ന് പറയുന്നവരും, ചില നാടുകൾ തങ്ങന്മാരെന്ന് പറയും, വേറെ ചില പ്രദേശങ്ങളിൽ ഖുറൈശ് എന്നുള്ള പ്രയോഗവും അവർ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ സയ്യിദന്മാരെന്ന് പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ ഖുറൈശികൾ എന്നാണ് പറയാറുള്ളത്. അത് ആ പരമ്പരയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നതാണ്. ഇവിടെ എന്തു തന്നെയായാലും ശരി, നമ്മൾ ഏതൊരു തങ്ങളായാലും ഏത് പ്രവാചക കുടുംബവുമായി ബന്ധമുള്ള ഏത് പരമ്പരയിൽ വരുന്ന ആളുകളാണെങ്കിലും ശരി, ഒരാളും ജനനം കൊണ്ടോ അല്ലെങ്കിൽ പേരുകൊണ്ടോ ഒരാളുടെയും യഹലോകവും പരലോകവും നന്മയും തിന്മയും അല്ലെങ്കിൽ രക്ഷയും പരാജയവും മാനദണ്ഡപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഖുർആൻ പറഞ്ഞ പൊതുവായ നിയമമാണെന്ത്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും മാന്യൻ, ഏറ്റവും നല്ലവൻ ആരാണ്? തെക്കോയുള്ളവൻ ആരോ അവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്ത് തന്നെയാണ് അബൂ ത്വാലിബ് ഉള്ളത്. അതുകൊണ്ട് പ്രവാചക കുടുംബത്തിന്റെ ആ പവിത്രത അവർ ലഭിക്കുന്നില്ലല്ലോ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര എന്നതുകൊണ്ട് മാത്രം എന്താകുന്നില്ല, അത് പരലോക വിജയത്തിന്റെ മാനദണ്ഡമായി മാറുന്നില്ല. മറ്റുള്ള ആളുകളെക്കാൾ ഒരു ബഹുമാനവും ആദരവും സ്നേഹവും നമ്മൾ അവരോട് കാണിക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു വ്യക്തി എന്റെ പരമ്പര പ്രവാചകനിലേക്ക് ചെന്നെത്തുന്നു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നന്മയുടെ വിഷയത്തിൽ മാതൃകയാകേണ്ടത് അത്തരം ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് ഇറങ്ങിയ ഒരായത്തിൽ, അവരുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഒരായത്തിൽ കാണാൻ സാധിക്കും, നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല. എന്തേ കാരണം? ആ വീട്ടിലേക്കാണ് ആദ്യം വഹി വരുന്നത്. ആ വീട്ടിലുള്ള പ്രവാചകനാണ് ആദ്യം വഹി വരുന്നത്. പ്രവാചകന്റെ ഭാര്യമാരാണ് അത് ആദ്യം കേൾക്കാൻ സാധ്യത ഏറെ ഉള്ളത്. അവരാണത് ആദ്യം പഠിക്കേണ്ടത്. അവരിൽ നിന്ന് സമൂഹത്തിന് കിട്ടേണ്ടത് നല്ല മാതൃകകളാണ്. അതുകൊണ്ട് ആ മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങൾ എന്ന് പ്രവാചകന്റെ ഭാര്യമാരെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്. എന്നതുപോലെ ആ അഹ്ലു ബൈത്തിലും ആലു ബൈത്തിലും പെട്ട ആളുകൾ ഒരിക്കലും മറ്റുള്ളവരെ പോലെ ആകാൻ പാടില്ല. സമൂഹത്തിന് ഏറ്റവും വലിയ മാതൃക എല്ലാ വിഷയത്തിലും, വിശ്വാസ രംഗത്തും ആദർശ രംഗത്തും കർമ്മരംഗത്തും ഒക്കെ സമൂഹത്തിന് വലിയ ഒരു മാതൃക ആകേണ്ടത് ഈ പറയുന്ന ആളുകൾ തങ്ങളുടെ യഥാർത്ഥ പരമ്പര റസൂലുമായി മുട്ടുന്നു എങ്കിൽ അവർ ചെയ്യേണ്ടത് വിശ്വാസ രംഗത്ത് സമൂഹത്തിന് ആവുകയാണ്. പക്ഷെ ഇന്ന് കാണുന്നത് നേരെ തിരിച്ചാണ്. ആ ഒരു പേര് തന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സമൂഹത്തെ ഏത് നിലക്കും ചൂഷണം ചെയ്യാനും തെറ്റായ വഴിയിലൂടെ നയിക്കാനും പലപ്പോഴും ആ ഒരു പേരിനെ പല ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോ ഞാൻ ഇത് ചോദിച്ചതുകൊണ്ട് പറയാണ്, ഞാൻ ആരെയും പേര് എടുത്ത് പറഞ്ഞ് വിമർശിക്കാനോ ആക്ഷേപിക്കാനോ അല്ല. കണ്ണൂർ ജില്ലയിലെ പയ്യനങ്ങാടി എന്ന് പറയുന്ന കടപ്പുറം, ആ കടപ്പുറത്ത് എല്ലാ വർഷവും പാണക്കാട്ട് നിന്നുള്ള ഒരു തങ്ങൾ വരും. ഇനിയിപ്പോൾ ഞാൻ പാണക്കാട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കുറിച്ചുള്ള പറഞ്ഞോണം തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി പറയാണ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. മുനവ്വർ അലി തങ്ങൾ എല്ലാ വർഷവും പയ്യനങ്ങാട് കടപ്പുറത്ത് വരും.
എന്താ ചെയ്യുന്നതെന്നറിയോ? ആ കടപ്പുറത്തുള്ള ആളുകളുടെ പട്ടിണി തീരാൻ. കാരണം കടപ്പുറത്ത് മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മൺസൂൺ കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ മത്സ്യം കിട്ടലും കിട്ടാതിരിക്കലും ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരുടെ പട്ടിണിയും പ്രയാസവും തീരാൻ വേണ്ടി കടപ്പുറത്തുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാ വർഷവും ഈ തങ്ങൾ വന്നിട്ട് ചെയ്യുന്ന പണി എന്താ? ഒരു പഴത്തൊലി ഉരിഞ്ഞിട്ട് പഴം കടലിലേക്ക് എറിയാം. ഇങ്ങനെ ഒരു തെറ്റായ ഒരു പ്രവർത്തനത്തിന് നബി കുടുംബത്തിൽ ആണ് എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, മാതൃകയാകാൻ പറ്റൂല. അതാ പറഞ്ഞത്, വിശ്വാസ രംഗത്ത് സമൂഹത്തിന് ഇപ്പൊ ഒരാൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ, മുമ്പ് കാലത്ത് പ്രയാസം ഉണ്ടായിട്ടില്ലേ? അള്ളാഹിനോട് പ്രാർത്ഥിക്കാനല്ലേ ഉമർ അള്ളാഹുവിന് നേതൃത്വം കൊടുത്തത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കിയത്, അബ്ബാസിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഉമറിന്റെ കാലത്ത് റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനെ നന്മയ്ക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്ന സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ആളുകൾ ഒരു തെറ്റായ കാര്യത്തിന് മാതൃകയാക്കി കൊടുക്കുകയാണ്. അതിനെ നമ്മൾ വിമർശിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ തങ്ങൾ കുടുംബത്തെയോ നബി കുടുംബത്തെയോ വിമർശിക്കല്ല. ഇപ്പൊ ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം പരിചയപ്പെടുത്തി തന്നു, ദോഷമുക്ത ഭവനം വാസ്തുശാസ്ത്രം. എന്നിട്ട് കിണർ കുഴിക്കേണ്ടതും വീടിന്റെ അടുക്കള തെക്ക് ഭാഗത്ത് വരേണ്ടതും സിറ്റ് ഔട്ട് വടക്ക് ഭാഗത്ത് വരേണ്ടതും, അതിന് വീടിന് നിങ്ങൾ തറക്കല്ലിടുമ്പോ പിന്നെ 4444 നാരിയ സ്വലാത്ത് ചൊല്ലണമെന്നും 13 ഗോതമ്പ് മണി തറക്കല്ലിടുന്നതിന് മുമ്പ് കുഴിച്ചിടണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട് തങ്ങള്. ഇങ്ങനെ ഒരു പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിന്റെ പേരിൽ അവർ നന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക കുടുംബത്തിലുള്ള ആളുകൾ ചെയ്യാൻ പാടില്ല. അതാ നമ്മൾ പറയുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിയായിരുന്ന ഇബ്രാഹിം, ആ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചു. എല്ലാ കുട്ടികളും മരിച്ചു. അവസാനം ഇബ്രാഹിം മരിക്കുകയാണ്. പ്രവാചകന്റെ കയ്യിൽ ഇബ്രാഹിം എന്ന കുട്ടി. എന്താ റസൂൽ പറഞ്ഞത്? വഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിമ ലമഹ്സൂനൂൻ വലാകിൻ ലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുനാ. ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, പക്ഷേ അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്തൊരു വാക്ക് ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വിഷയത്തിലും ഉള്ളതുപോലെ, എല്ലാ ആളുകൾക്കും ഉള്ളതുപോലെ ആ കുട്ടിയുടെ കാര്യത്തിലും സ്വന്തം സങ്കടം പ്രകടിപ്പിച്ച് എന്നിട്ട് കുട്ടിയെ കൊണ്ടുപോയി ബഖീയിൽ മറവ് ചെയ്യാണ്. ഒരു പൈതൽ ജാറ ഉണ്ടാക്കിയിട്ടില്ല. ഇത് നബി കുടുംബത്തിൽ പെട്ട കുട്ടിയാന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് എന്ത് ചെയ്തിട്ടില്ല, വേറെ പ്രത്യേക സ്പെഷ്യൽ കബർ പ്രവാചകന്റെ പേരന്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടില്ല, സ്വന്തം വളപ്പിൽ ഉണ്ടാക്കിയില്ല. അത് പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്യാണ്. ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച അന്ന് സൂര്യന് ഗ്രഹണം ബാധിച്ചു. സൂര്യന് ഗ്രഹണം ബാധിച്ചാൽ ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു? ഈ ഒരു നാട്ടിലൊരു മഹാനായ ആള് ജനിക്കുകയോ മഹാനായ വ്യക്തി മരിക്കുകയോ ചെയ്യുമ്പോഴാണ് സൂര്യന് ഗ്രഹണം ബാധിക്കുക എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച അന്ന് സൂര്യന് ഗ്രഹണം ബാധിച്ചു. അന്ന് ആളുകൾ അത് പറയാൻ തുടങ്ങി, ആ ഇബ്രാഹിം എന്ന ഒരു വ്യക്തിയുടെ മകൻ മരിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതും ഒരു മഹാനായ കുട്ടിയായത് കൊണ്ടാണ് ഇവിടെ സൂര്യന് ഗ്രഹണം ബാധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളൊക്കെ കൂട്ടിയിരുത്തി ഒരു ക്ലാസ് എടുത്തു കൊടുത്തു, നമസ്കാരം നിർവഹിച്ചു. എന്താ പറഞ്ഞത്? ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ ഫലാ തൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അത് ഒരാളുടെ മരണം കൊണ്ടോ ജനനം കൊണ്ടോ അതിന് ഗ്രഹണം ബാധിക്കൂല. അപ്പൊ ജനങ്ങളിലുള്ള തെറ്റായ വിശ്വാസത്തെ ചൂഷണം ചെയ്യല്ല, മുതലെടുപ്പ് നടത്തുകയല്ല, നേരെ മറിച്ച് തെറ്റ് തിരുത്തി കൊടുക്കുകയാണ്. ഒരാൾ ജനിച്ചത് കൊണ്ടോ ഒരാൾ മരിച്ചത് കൊണ്ടോ സൂര്യന് ഗ്രഹണം ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അത് രണ്ട് അള്ളാന്റെ ആയത്തുകളും ദൃഷ്ടാന്തങ്ങളുമാണ്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ റബ്ബിലേക്ക് അടുക്കണം, പ്രാർത്ഥിക്കണം, നമസ്കരിക്കണം എന്നുള്ള നിയമം പറഞ്ഞു കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ കാലങ്ങളായി നിലനിൽക്കുന്ന തെറ്റായ വിശ്വാസത്തിനെതിരെ പ്രതികരിക്കുകയാണ്. ഇന്നതല്ലല്ലോ ചെയ്യുന്നത്. അത് വെച്ചിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുകയും അതൊരു തന്റേതായ ഒരു ഉപകാരത്തിനുള്ള മാർഗമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ. അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുമ്പ് താമരശ്ശേരി ഭാഗത്ത് മുക്കത്തുള്ള ഒരു തങ്ങൾ പറഞ്ഞു, ഒരു കുട്ടി ജനിച്ചപ്പോ കുട്ടിക്ക് 5 നേരത്തെ ബാങ്ക് കൊടുക്കാണ്ട് മുലപ്പാൽ കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ആ കുട്ടിയുടെ രക്ഷിതാവ് അങ്ങനെ ചെയ്യാണ്. 5 ബാങ്ക് കേട്ടിട്ട് കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ പാടുള്ളൂ. അതാകെ പ്രശ്നമായി. ഹോസ്പിറ്റല് അധികൃതർ പോലീസുമായി ഇടപെട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊടുക്കൂല, ഞാൻ എന്റെ ഭാര്യ അതിന് സമ്മതിക്കൂല, കാരണം എന്റെ മൂത്ത കുട്ടിക്കും ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. എന്നാൽ ആ തങ്ങളെ പോലീസ് അറസ്റ്റ് കൊണ്ടുപോയ രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ തെറ്റാർ ചെയ്താലും തെറ്റന്നല്ലേ. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് റസൂൽ എന്താ പറഞ്ഞത്? ഫാത്തിമയെ കുറിച്ച് മറ്റുള്ള ആളുകളോട് പറഞ്ഞതാ, എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ അവളുടെ കൈ ഞാൻ മുറിക്കും. അപ്പോ ആ ഫാത്തിമ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ, മഹത്വമുള്ള ആളല്ലേ, ഏറെ സ്നേഹിച്ച ആളല്ലേ, എന്റെ കരളിന്റെ കഷ്ണമേ എന്നാ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ കുറിച്ച് പറയാറുള്ളത്. ഫാത്തിമ നടന്നു പോകുമ്പോ സ്വഹാബികളെ കാണിച്ചു കൊടുത്തിട്ട് പറയും, എന്റെ മോള് പൂടണ്ടില്ലേ,
അവളെ നടത്താൻ കണ്ടില്ലേ എന്നൊക്കെ സ്നേഹത്തോടു കൂടി പറയാറുണ്ട്. അങ്ങനെ സ്നേഹിച്ച ഫാത്തിമയെ കുറിച്ചാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് മക്കത്ത് ഒരു മോഷണവുമായി ബന്ധപ്പെട്ട കേസുണ്ടായി മദീനത്ത് വെച്ചിട്ട്. അത് കാര്യപ്പെട്ടൊരു കുടുംബത്തിലെ ആളായിരുന്നു. കൈമുറിക്കാൻ വിധി വന്നു ഇസ്ലാമിന്റെ നിയമപ്രകാരം. അപ്പൊ ഉസാമത്ത് ബിൻ സെയ്ദിനെ ആളുകള് പ്രവാചകന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുവോ? എന്തേ കാരണം? ഉസാമയെ റസൂലിനെ ഏറെ ഇഷ്ടമായിരുന്നു. ഉസാമ പോയിട്ട് പറഞ്ഞു, ഇത് അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിയമത്തിൽ ചെറിയൊരു ഭേദഗതി. റസൂലിന് ദേഷ്യം വന്നു. ഉസാമ, അള്ളാന്റെ ദീനിന്റെ വിഷയത്തിലാണ് നീ എന്നോട് ഇടപെടുന്നത്? എന്റെ മകൾ ഫാത്തിമ കട്ടാൽ അവളുടെ കൈ ഞാൻ മുറിക്കും. അതിന്റെ അർത്ഥം എന്താ? തെറ്റാറ് ചെയ്താലും തെറ്റാണ്. ഇതിനേക്കാളൊക്കെ വലിയ തെറ്റാ ശിർക്ക് എന്നുള്ളത്. ആ ശിർക്ക് ഒരാൾ ചെയ്താൽ അത് ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ആളുകൾ, ആ ശിർക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്ന ആളുകൾ, അപ്പൊ അത് ആരായാലും തെറ്റു തന്നെയാണ്. ഒരാളും ജനനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാരമ്പര്യം പറഞ്ഞുകൊണ്ടോ ഒരാൾക്കും പരലോകത്ത് രക്ഷപ്പെടാനാവില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ലാ ഫദ്ല ലി അറബിയിൻ അല അജമി വല അജമി അല അറബി. അറബിക്ക് അനറബിയേക്കാൾ, അനറബിക്ക് അറബിയേക്കാൾ ഒരു പ്രത്യേകതയും ഇസ്ലാമില്ല. കർമ്മം കൊണ്ടല്ലാതെ, തെക്കുവ കൊണ്ടല്ലാതെ. ആ തെക്കുവയാണ് പരലോകത്ത് എല്ലാ വിജയത്തിന് നിദാനം. എന്നാൽ നമ്മളോട് അല്ലാഹു തആല ബഹുമാനിക്കാനും ആദരിക്കാനും പറഞ്ഞ ആളുകളുണ്ട്. നമ്മൾ ആ നിലക്ക് ബഹുമാനിക്കണം. പക്ഷെ അവർക്ക് ആ ബഹുമാനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെങ്കിൽ അവർ നിൽക്കേണ്ടുന്ന ആ ഒരു സ്ഥാനങ്ങളിൽ ദീനും ഇസ്ലാമും ഇഖ്ലാസും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ഷർത്തുകളോട് കൂടി ജീവിക്കുമ്പോഴാണ് അത് ഉണ്ടാകേണ്ടതുള്ളൂ. അല്ലാഹ് അതാണ് വിഷയത്തിന്റെ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, അഹ്ലുബൈത്തുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇസ്ലാമിൽ ഒരു മനുഷ്യന് മഹത്വമുണ്ടാകുന്നത് അയാളുടെ ആദർശം നന്നാകുമ്പോഴാണ്. ഒരു മനുഷ്യന് മഹത്വം ഇല്ലാതെയാകുന്നത് അയാളുടെ ആദർശം മോശമാകുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും അടുത്ത കുടുംബബന്ധമുള്ള ഒരാളാണല്ലോ അബൂലഹബ്. അബൂലഹബിന്റെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ശപിക്കുവാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ശപിക്കുവാനും വേണ്ടി മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും അടുത്ത കുടുംബബന്ധമുള്ള ഒരു മനുഷ്യനെ ലോകാവസാനം വരേക്കുമുള്ള മനുഷ്യന്മാർ, വിശ്വാസികളെ മുഴുവനും ശപിച്ചുകൊണ്ടിരിക്കും. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു, അവനും നശിക്കട്ടെ എന്ന് പറഞ്ഞ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹദബ്, അവന്റെ ഭാര്യയും വിറകു ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും അങ്ങനെ തന്നെ ആവട്ടെ. എന്തുകൊണ്ട് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബബന്ധം ഉണ്ടായിട്ട് പോലും അങ്ങനെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു? അപ്പോൾ ഒരു മനുഷ്യന്റെ പരലോകത്തുള്ള രക്ഷയും ശിക്ഷയും തീരുമാനിക്കപ്പെടുന്നത് അയാൾക്ക് പ്രവാചകനുമായുള്ള കുടുംബബന്ധമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കുടുംബത്തിൽ ജനിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. ആ പ്രവാചക കുടുംബത്തിലാണെങ്കിലും ആ പ്രവാചകന്റെ ആദർശമില്ലെങ്കിൽ, ഇപ്പൊ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ മകനെ കപ്പലിൽ കയറാൻ വേണ്ടി വിളിച്ചപ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മകൻ പറഞ്ഞു, ഞാൻ ആ മലക്ക് മുകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവലാതി പറഞ്ഞല്ലോ, എന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ രക്ഷപ്പെടുത്താം എന്ന് നീ എനിക്ക് കരാർ തന്നതാണല്ലോ. അല്ലാഹു എന്താ പറഞ്ഞു? ഫഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. മിൻ അഹ്ലിക, അതായത് വിശ്വാസി സമൂഹത്തിൽപ്പെട്ട അഹ്ലുബൈത്തിൽപ്പെട്ടവനല്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകനാണ്. അപ്പൊ നൂഹ് നബി ഒരു പ്രവാചകനാണ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. എന്നിട്ട് പോലും ആ പ്രവാചകന്റെ മകനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു ഫഇന്നഹു ലൈസ മിൻ അഹ്ലിക എന്നാണ്. അപ്പൊ ആദർശമാണ് പ്രധാനം. ആ ആദർശം ആർക്ക് സ്വീകരിച്ചോ അയാൾ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരനല്ലെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടും. അതാണ് ഇല്ലാ മൻ ആമന വഅമല അമലൻ സ്വാലിഹൻ
വിശ്വസിക്കുകയും അമല സ്വാലിഹാത്തുകൾ ചെയ്യുക. വിശ്വാസവും സൽക്കർമ്മവുമാണ് ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാനുള്ള മാനദണ്ഡം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ഹദീസ് വിശദീകരിച്ചപ്പോ അതിന്റെ അധ്യായം ഇമാം നവവി കൊടുത്തത് ഇങ്ങനെയാണ്. അദ്ദേഹം ഷാഫിഈ മദ്ഹബിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയും, ബാബു ബയാനി അന്നമൻ മാത അൽ കുഫ്രി ഫഹു ഫിന്നാർ വലാ തനാലുഹു ശഫാഅ വലാ തൻഫഉ ഖറാബത്തുൽ മുഖറബീൻ. ഒരു മനുഷ്യൻ ഇസ്ലാമിക വിരുദ്ധമായി അല്ലെങ്കിൽ കുഫറിലായിക്കൊണ്ട് മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് ഒരു പ്രവാചകന്റെയോ അല്ലെങ്കിൽ ആരുടെയും ശഫാഅത്ത് ഫലം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, ആ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കുഫർ ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയ വ്യക്തിക്ക് അയാൾക്ക് എത്ര മുഖറബുകളായ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്ര അടുത്ത ആളുകളാണെങ്കിലും അവരുടെ ഖറാബത്ത് ഒരിക്കലും അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉപകാരം ചെയ്യുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസാണ് ഇമാം നവവി ഇമാം മുസ്ലിമിന്റെ ഹദീസ് അദ്ദേഹം കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ആദർശമാണ് ഇവിടെ ഫضലുക്കും സൂചിപ്പിച്ചതുപോലെ തന്നെ ആദർശം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആരാണെങ്കിലും തൗഹീദ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അഹ്ലുബൈത്ത് യാഥാർത്ഥ്യമാണ്. അത് അന്ത്യനാൾ വരെ ഇവിടെ നിലനിൽക്കും ഇൻഷാ അല്ലാഹ്. പക്ഷേ എല്ലാ ശിർക്കും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും പ്രചരിപ്പിക്കുകയും റസൂലുള്ള കൊണ്ടുവന്ന ആദർശത്തെ തകർക്കാൻ വേണ്ടി ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആളുകൾ ഞങ്ങളാണ് ഇവിടെ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞു നടക്കുമ്പോൾ അതൊരിക്കലും സ്വീകരിക്കാൻ വകുപ്പില്ല എന്നാണ് പറഞ്ഞതിന് ചുരുക്കം. ഇനി പിന്നെ സഹോദരൻ തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആദ്യം ചോദിച്ചത് പിന്നെ നമ്മുടെ നാടുകളിൽ സാധാരണയായിക്കൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന പ്രവാചകന്മാരുടെ ഖബറുകൾ എന്ന് പറഞ്ഞ് കാണാ കാഴ്ചകൾ എന്ന് പറഞ്ഞ് കേരളത്തിൽ ആദ്യം ഒരു പിന്നെ കളർ ചിത്രങ്ങളോട് കൂടിയ ഒരു പുസ്തകം ഇറങ്ങി. അതിന്റെ 1ാമത്തെ എഡിഷനിൽ ഇറങ്ങിയപ്പോൾ ഖാദിയാനികളുടെ ഒരു നേതാവിന്റെ ഖബർ അതിൽ ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ 2ാമത്തെ എഡിഷൻ ഇറങ്ങി. അത് നമ്മൾ വിമർശനം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നെറ്റിൽ നിങ്ങൾ എടുത്ത് ഗൂഗിളിൽ എടുത്ത് സെർച്ച് ചെയ്ത് ഖുബൂറുൽ അംബിയ എന്ന് അറബിയിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഖബർ നിങ്ങൾക്ക് കിട്ടും. ഗൂഗിളിൽ കയറി അറബി പിന്നെ ഖുബൂറുൽ അംബിയ അംബിയാക്കന്മാരുടെ ഖബറുകൾ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാൽ ഇഷ്ടംപോലെ ഖബർ കിട്ടും. അതൊക്കെ അധികവും 99% ജൂതന്മാരുടെ ഖബറാണ്. കാരണം എന്താണെന്നറിയാം ഞങ്ങൾക്ക്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകാനിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശപിക്കട്ടെ, അല്ലെങ്കിൽ ശപിച്ചിരിക്കുന്നു. അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കിയിട്ടുണ്ട് ആര്? ജൂതന്മാരും ക്രിസ്ത്യാനികളും. അതാണ് നമ്മൾ കാണുന്ന ഫോട്ടോ. അത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സമ്പ്രദായമാണ്. അത് മുഅ്മിനീങ്ങളെ നിങ്ങൾ ചെയ്യല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷെ ആ ജൂതന്മാരുണ്ടാക്കിയ ഖബർ കാണിച്ചിട്ട് കണ്ടോ ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും റസൂലുള്ളാഹിന്റെ പ്രവചനം അവിടെ പുലരാണ്. കാരണം ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ? അവരിൽപ്പെട്ട സാധാരണക്കാരന്റെ ഖബർ എന്നല്ല. ഊരും പേരറിയില്ല, മശൂറും കുറവില്ല എന്ന് പറഞ്ഞ് ഊരും പേരറിയാത്ത ആടുകളുടെ ഖബർ എന്നല്ല. ഖുബൂർ അംബിയാഇഹിം മസാജിദ, അമ്പിയാക്കന്മാരുടെ ഖബറുകളാണ്. അപ്പൊ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ പോലും ആരാധനാ കേന്ദ്രമാക്കിയതിന് റസൂലുള്ളാഹി ലഅനത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഊരും പേരും അറിയില്ല, നായാണോ പട്ടിയാണോ പോത്താണോ എന്നറിയില്ല, നിങ്ങളുടെ ആള് സ്ഥലത്തുണ്ടോ എന്നറിയില്ല, അങ്ങത്തെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയാലുള്ള ലഅനത്തിന്റെ ഊക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ഉണ്ടാവും. അള്ളാന്റെ പ്രവാചകന്മാരുടെ ഖബർ ആരാധനാ കേന്ദ്രമാക്കിയതാണ്. ഒരു ജൂതന്മാരാരും അവരിൽപ്പെട്ട പിന്നെ ഊരും പേരറിയാത്തവരൊന്നും ഖബർ ആരാധനാ കേന്ദ്രമാക്കിയിട്ടില്ല. അത് നമ്മുടെ ഖൗമ്
ജൂതന്മാരെക്കാൾ താഴെയാണ് ആ വിഷയത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് റസൂലുള്ള പറഞ്ഞതാണിത്. ജൂതന്മാരും ക്രിസ്ത്യാനികളും അവിടെ അമ്പിയാക്കന്മാരുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കിയിട്ടുണ്ട്. അത് റസൂലുള്ള പറഞ്ഞതിന് നമ്മൾ കൗം എന്ത് ചെയ്യാണ്? ഇന്റർനെറ്റിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് കണ്ടോ, ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്, എല്ലാ അമ്പിയാക്കന്മാരെയും ഖബർ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട്. ശരിയാണ്. ലോകത്ത് ഇന്ന ഒരു പ്രവാചകന്റെ ഖബറാണ് ഇത് എന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരേ ഒരു ഖബറാണെന്ന് ലോകത്തുള്ളത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറാണ്. ആ ഖബർ നേരിട്ട് കണ്ട സഹാബിമാർ, ഹദീസ് സ്വഹീഹ് ബുഖാരിയിൽ ലഭ്യമാണ്. നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ എങ്ങനെയാണെന്ന് സ്വഹീഹ് ബുഖാരിൽ വ്യക്തമായി കാണാം. അത് മുകൾ ഭാഗം കുറച്ച് പരന്നിട്ട് ഒരു ചാണിന് മുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ പോയിട്ടില്ല. അത് ഞാൻ പറയാൻ കാരണം, ഒരു സുഹൃത്ത് എഴുതിയൊരു ചോദ്യത്തിൽ കാണാം, ഞാൻ 40 ദിവസം മദീനയിലുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഫാറൂഖിന്റെയും ഖബറുകൾ കെട്ടിപ്പൊക്കിയ നിലയിലാണ് കണ്ടത്. വിശദീകരണം വേണം. അങ്ങനെ കാണൂല. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, അത് സൗദി അറേബ്യയുടെ ഭരണാധികാരികളടക്കമുള്ള അള്ളാഹുവിന്റെ ഭൂമിക്ക് മുകളിലുള്ള, ഇന്ന് ഭൂമിക്ക് മുകളിൽ ഒരു മനുഷ്യനും ഇന്നത്തെ റസൂലുള്ളാഹിന്റെ ഖബർ നേർക്കുനേരെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഇയാൾ 40 ദിവസം, സൗദിയിലെ ഭരണാധികാരികളും അവിടെ നിൽക്കുന്ന മുത്തവന്മാർ വരെ കണ്ടിട്ടില്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. പിന്നെ 40 ദിവസം മദീനയിൽ നിന്നാൽ കണ്ടു എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ഖബറാകൂല. അത് നേരത്തെ അപ്പുറത്ത് 2 ചുമരുകൾക്ക് അപ്പുറത്തൊരു പച്ച വിരി ഇട്ടിട്ടുണ്ട്, ആ വിരി ആയിരിക്കും കണ്ടത്, അതല്ല ഖബർ. ബി സലാസത്തിൽ ജുദ്റാനി എന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞില്ല, 3 ചുമരുകൾ കൊണ്ട് റസൂലുള്ളാഹിന്റെ ഖബർ അള്ളാഹു ശരിക്ക് ഭദ്രമാക്കി. നിങ്ങൾ ആലോചിച്ചു, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രവാചകന്റെ ഖബറാണിതെന്ന് നമുക്ക് കൃത്യമായി സ്ഥലം നിർണ്ണയിക്കാൻ പറ്റിയത് റസൂലുള്ളാഹിന്റെ മാത്രം ഖബറുള്ളൂ. മൂസാ നബിന്റെ ഖബർ ബൈത്തുൽ മഖ്ദിസിന്റെ അടുത്താന്ന് ഹദീസിൽ നിന്ന് കിട്ടും, പക്ഷെ എവിടെ നമുക്ക് സ്ഥലം നിർണ്ണയിക്കാൻ പറ്റൂല. പക്ഷെ ആ ഒരു ഖബറിനെ പോലും അള്ളാഹ് സംരക്ഷിച്ചു എന്നാ പറഞ്ഞു. അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ പ്രവാചകന്മാരുടെ ഖബറാകാം, അല്ലാതിരിക്കാം, അള്ളാഹു ആലം. നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല റസൂലുള്ളാഹിന്റെ ഖബർ മാത്രം. അത് ഒരിക്കലും കെട്ടിപ്പൊന്തിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന ആ പച്ചക്കുപ്പ തന്നെ 8-ാം നൂറ്റാണ്ടിൽ കലാമുൻ ചക്രവർത്തിയുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് എന്ന് സമസ്തക്കാർ തന്നെ ഇറക്കിയ പ്രസിദ്ധീകരണത്തിൽ കാണാൻ കഴിയും. അതല്ല റസൂലുള്ളാഹിന്റെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ താബീങ്ങളുടെ കാലത്തോ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പ്രവാചകൻ സർട്ടിഫിക്കറ്റ് നൽകിയ 3 നൂറ്റാണ്ടിൽപ്പെട്ട ഒരാളുടെയും കാലത്ത് റസൂലുള്ളാഹിന്റെ ഖബർ കെട്ടിപ്പൊന്തിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ പച്ചക്കൂപ്പ് ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. അതൊക്കെ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഭരണാധികാരികളായ ആളുകൾ ചെയ്ത പണിയാണ്. അതൊന്നും ഇസ്ലാം ദീനിൽ തെളിവാക്കാൻ പറ്റില്ല. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിക്കും. എല്ലാ സ്ഥലത്തും ഖബർ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും നബിദിനം ഉണ്ടല്ലോ, അതാണ് നബിദിനം കഴിക്കാൻ തെളിവ്. എല്ലാ സ്ഥലത്തും ഇബ്ലീസും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഇബ്ലീസ് ഉള്ളിടത്തൊക്കെ ഷിർക്കുണ്ടാകും, ഇബ്ലീസ് ഉള്ളിടത്തൊക്കെ ബിദ്അത്തുകൾ ഉണ്ടാകും. കാരണം അവന്റെ പണി ഷിർക്കും ബിദ്അത്തും ആളുകളിലേക്ക് എത്തിക്കലാണ്. അവന്റെ പണി ഉള്ളിടത്തോളൊക്കെ ഈ കാര്യങ്ങൾ, അതൊന്നും ഇസ്ലാമിൽ തെളിവല്ല. ഇസ്ലാമിൽ തെളിവാകണമെങ്കിൽ അമേരിക്കയിലുണ്ടോ, അല്ലെങ്കിൽ സൗദി അറേബ്യയിലുണ്ടോ, അല്ലെങ്കിൽ ഇറാനിലുണ്ടോ, അല്ലെങ്കിൽ ഇന്റർനെറ്റിലുണ്ടോ, ഫോട്ടോ ഉണ്ടോ എന്നല്ല, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ ഒരു കാര്യം അഭിപ്രായ വ്യത്യാസം വന്നാൽ നിങ്ങൾ മടക്കേണ്ടത് കൊടുക്കുകയാണ്, അള്ളാഹിന്റെ ഖുർആനിലേക്ക് റസൂലുള്ളാഹിന്റെ ഹദീസിലേക്ക് മടക്കുക. അതിൽ രണ്ടിലും തെളിവുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. അതാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. അല്ലാതെ നിങ്ങൾ അമേരിക്കയിലേക്ക് നോക്കൂ, അവിടെ മൗലൂദില്ലേ, ആഫ്രിക്കയിലേക്ക് നോക്കൂ, അവിടെ മൗലൂദില്ലേ, ഇറാനിലേക്ക് നോക്കൂ, അവിടെ മൗലൂദില്ലേ, എല്ലായിടത്തും മൗലൂദുണ്ട്. പക്ഷെ അള്ളാഹിന്റെ ഖുർആനിലും റസൂലുള്ളാഹിന്റെ സുന്നത്തിലില്ല. അത്രേ ഉള്ളൂ. ഇതേപോലെ എല്ലായിടത്തും കെട്ടിപ്പൊന്തിച്ച് ജാറുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലും ജാറും കെട്ടിപ്പൊന്തിക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു പ്രവാചകന്റെ ഖബറും ആ രീതിയിൽ കെട്ടിപ്പൊന്തിച്ചതായിക്കൊണ്ട് റസൂലുള്ളാഹിയോ സഹാബത്തോ പഠിപ്പിച്ചു തന്നിട്ടില്ല. അല്ലാഹു അലം ബിസ്സവാബ്. ഇനി ചോദിക്കാണ്ടെങ്കിൽ, നേരിട്ട് ചോദിക്കാണ്ടെങ്കിൽ ആളുകൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ എഴുതി കിട്ടിയ ചോദ്യം വായിക്കാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മുജാഹിദ് വാരിശ്ശേരി ഇതിലേക്ക് ചെറിയൊരു ആഡിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ
തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടും ആളുകൾ ഷിർക്കിലേക്ക് എത്തിപ്പെടുന്ന വിഷയമായതുകൊണ്ടും ഇവരെല്ലാം പറഞ്ഞ ഏറ്റവും നല്ല വിവരണമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചേർത്താൽ നന്നാവുന്നുള്ള തോന്നലിൽ സൂചിപ്പിക്കുക മാത്രമാണ്. നമ്മളിപ്പോൾ മഗ്‌രിബ് നിസ്കരിച്ചല്ലോ. 5 വക്തിലും ലോകത്തെ മുസ്ലിമീങ്ങളായി നിസ്കരിക്കുന്ന പ്രാരംഭ പ്രാർത്ഥന 7 വചനങ്ങൾ, അത് ഉച്ചരിക്കുന്ന എല്ലാവരും അള്ളാനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പടച്ചോനെ, നീ ഞങ്ങളെ നേരായ പാതയിൽ നയിക്കണേ. നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി തീർന്നവരുടെ വഴി എന്നൊരു പറയുന്നത് ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ എന്നാണ്. കോപിക്കപ്പെട്ട ജൂതന്മാരുടെയും വഴിവെച്ചുപോയ ക്രിസ്ത്യാനികളുടെയും പാത ഞങ്ങൾക്ക് വേണ്ട. മുസ്ലിമീങ്ങളായ ഏതൊരു വ്യക്തിയും അള്ളാനോട് കൈകെട്ടി നിന്ന് വിനീതമായി സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി വളരെ ഭയപ്പാടോടുകൂടി, അല്ലെ അങ്ങനെയാണല്ലോ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അങ്ങേയറ്റത്തെ ഭയപ്പാടോടുകൂടി നിസ്കാരത്തിൽ അള്ളാനോട് പറയുന്നത് എന്താണ്? ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. പടച്ചവനെ, ജൂതന്മാരോട് നീ കോപിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ വഴിവെച്ചു പോയവരാണ്. പടച്ചവനെ, അവരുടെ പാതയല്ല, അവരുടെ പാത എനിക്ക് വേണ്ട, നീ അനുഗ്രഹിച്ചവരുടെ പാത മതി എനിക്ക്. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഖുർആനിലെ 4-ാം അധ്യായം 69-ാമത്തെ വചനം. അമ്പിയാക്കളുടെ, സിദ്ദീഖുകളുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ വഴി മതി. അവിടെ നമ്മൾ എല്ലാവരും, നമ്മളൊക്കെ അറിയേണ്ട കാര്യം, റോഡരികിലൊക്കെ നിൽക്കുന്ന സമസ്തക്കാരായ നിങ്ങളോടുള്ള സ്നേഹമാണ് ഇത്തരം വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. ഇതിൽ നോക്കൂ, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അള്ളാനോട് പറയുന്നതാണ്. എന്താ പറയും? പടച്ചോനെ, കോപത്തിന് പാത്രീഭൂതരായ ജൂതന്മാരുടെ വഴി അതെന്താണ് ശരിക്കും? എന്തുകൊണ്ടാണ് ജൂതന്മാർ കോപിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് ക്രൈസ്തവർ വഴിപിയപ്പിക്കപ്പെട്ടത്? ഇനി നിങ്ങൾ തിരിച്ചാലോചിച്ചു നോക്കൂ. നേരത്തെ പറഞ്ഞ അമ്പിയാക്കളുടെ ഖബർ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടല്ലോ. ഉസൈർ, അതുപോലെ നബി ഇമ്രാൻ. പറഞ്ഞു വന്നത്, ലോകത്ത് പല നാടുകളിൽ സഞ്ചരിക്കുമ്പോൾ നബി ഇമ്രാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഖബറുകൾ കാണാം. 12 മീറ്റർ, 20 മീറ്റർ, വലിയ നീളമുള്ള, നമ്മൾ തെങ്ങിന്റെ ഒക്കെ നീട്ടത്തിൽ വലിപ്പമുള്ള ഖബറുകൾ. അങ്ങനെ അതിലെ നമുക്ക് കാണാം. നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഖബറുകൾ ഉണ്ടല്ലോ, ലോകത്തുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കത് ഈ ഇപ്പോൾ പറഞ്ഞ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തി അതിനെ കാണാമല്ലോ എന്നാണ് പറയുന്നത്. അവിടെ ഞാൻ പറയുന്നത്, ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും മാർഗം ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അള്ളാഹുവോട് നമ്മൾ പറയുന്നത്. അവിടെയാണ് നേരത്തെ ഉദ്ധരിച്ച ഹദീസുകളുടെയൊക്കെ ഏറ്റവും വലിയ പ്രസക്തി. ശരിക്കും നിങ്ങൾ വേറൊന്ന് ആലോചിച്ച് നോക്കൂ. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബർ കെട്ടി ഉയർത്തി വിവിധ കളറുകളിലും വിവിധ രൂപത്തിലും ആക്കി അവിടെ സുജൂദും പ്രാർത്ഥനയും ഒക്കെ നടത്താമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് പറയേണ്ടത് എന്താണ്? ഭാര്യമാരോട് പറയേണ്ടത്, ഐഷ, സൂറത്ത് ഫാത്തിഹയിലെ ജൂതന്മാരുടെ വഴി വേണ്ട, ക്രിസ്ത്യാനികളുടെ വഴി വേണ്ട എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും, എന്തെല്ലാം കുഴപ്പം ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കുണ്ടെങ്കിലും ഒരു മഹാഗുണം അവർക്കുണ്ട് ഐഷ, അല്ലെ ഒരു മഹാഗുണം അവർക്കുണ്ട് എന്ന് റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് പറഞ്ഞിട്ട് റസൂൽ പറയേണ്ടത് എന്താണ്? മഹാന്മാരായ അമ്പിയാക്കളുടെ ഖബർ അവർ കെട്ടിയുയർത്തും, അത് അവരുടെ ഒരു ഗുണമാണ് ആയിഷ എന്നല്ലേ പറയേണ്ടത്? ശരിക്കും പറഞ്ഞത് എന്താണ്? അവർക്കൊരു കുഴപ്പമുണ്ട് ആയിഷ എന്നാണ്. അതെന്താണ്? ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളെയും അള്ളാഹ് ശപിക്കട്ടെ. എന്താ ശപിക്കാനുള്ള കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദാന. അതായത് അഡ്രസ് ഉള്ള, കൃത്യമായി തെളിവുള്ള, ഒറിജിനലായ പ്രവാചകന്മാരുടെ ഖബറാണ് അവർ കെട്ടിയുയർത്തുന്നത് എന്നർത്ഥം. അതിനെ പറ്റിയാണ് പറയുന്നത്. ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തിയായിട്ട് പ്രവാചക തിരുമേനി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, റസൂൽ എന്താ പറയേണ്ടത്? അത് ദീനാണെങ്കിൽ റസൂൽ പറയേണ്ടത് ജൂതന്മാരുടെ ആ പ്രവൃത്തി ശരിയാണെന്നാ പറയേണ്ടത്, നമ്മളത് ചെയ്യണമെന്നാ പറയേണ്ടത്. മറിച്ച് ജൂത ക്രിസ്ത്യാനികളെ ശപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ ഖബർ കെട്ടിയുയർത്തുന്നത് പോലും അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും പാത്രീഭൂതമായി തീരുമെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാത്ത, ഇപ്പൊ സെൻസിംഗ് ഒക്കെ എഴുതിയ ചില ലേഖനം ഞാൻ വായിച്ച ഓർമ്മയുണ്ട്. ചില ഖബറിൽ ആരുമില്ല, എന്താന്ന് പോലും അറിയില്ല എന്നൊരവസ്ഥാവിശേഷമുണ്ട്. ഇതൊക്കെ നമ്മളെ നയിക്കുക ശിർക്കിലേക്കും ഒടുവിൽ ഏറ്റവും വലിയ വേദനയിലേക്കും. അതായത് എത്രയോ ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു,
നിസ്കരിച്ചു, രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു. പക്ഷേ ഈ ഖബർ കെട്ടി ഉയർത്തിയവരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചതിന്റെയും അവരോട് ആരാധിച്ചതിന്റെയും അവരെ ബഹുമാനിച്ചതിന്റെയും ഒക്കെ പേരിൽ നാളെ നരകത്തിലാണെങ്കിൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. സൂറത്ത് മാഇദയിലെ 72-ാമത്തെ വചനം. അള്ളാഹു ശിർക്ക് ചെയ്ത് സ്വർഗം നിഷിദ്ധമാക്കും, സകല അമലുകളും പൊളിഞ്ഞു പോകും. അതാണ് നിങ്ങൾ നോക്ക്, ചില ദർഗകളിൽ കുനിഞ്ഞിട്ടാണ് കയറുക. ആ കുനിച്ചിൽ പോലും അവർക്കുള്ള ഇബാദത്താണ്. പരിശുദ്ധ കഅബയിൽ വലിയ വാതില, രണ്ടാക്കൊക്കെ ഒരാളെ ഷോൾഡർ കയറിന്നാൽ ഓർക്ക് കടന്നു പോകാൻ മാത്രമല്ലേ. പക്ഷെ ചില ദർഗയിൽ, ഉത്തരേന്ത്യയിലെ ദർഗയിൽ വാതിൽ വളരെ ഹൈറ്റ് കുറഞ്ഞതാണ്. എന്തിനാ വാതിൽ വെച്ചെന്നറിയോ? ദർഗയിലെ ഷെയ്ഖിന്റെ അടുത്ത് നീ അങ്ങനെ തല ഉയർത്തി വരണ്ട, ഒന്ന് കുനിഞ്ഞാളാൻ, ഒരു സുജൂദിന്റെയും റുക്കൂവിന്റെയും രൂപത്തിൽ വന്നോ. ആ കുനിച്ചിൽ പോലും എന്താണ്? അവർക്കുള്ള ഇബാദത്താണ്. മാത്രമല്ല ചില ഖബറിൽ ചെന്നാൽ അങ്ങോട്ട് ഇങ്ങനെ നിന്നാ പിന്നെ റിവേഴ്സ് ഗിയറിലാണ് വരിക, പിറകോട്ട് കുയ്യാനന്റെ മാതിരി. അത് അവരോടുള്ള ബഹുമാന, അത് ആദരവ് മാത്രമല്ല, അത് ആരാധനയും കൂടിയാണ്. എന്തിനാണ് ഈ വലിയ ശിർക്ക് ചെയ്ത് അള്ളാന്റെ മുമ്പിൽ വലിയ കുറ്റം ചെയ്തവരായി നമ്മൾ വരുന്നത്? അതുകൊണ്ട് ഈ ചതിയും വഞ്ചനയും, ഞാൻ ഒന്നുകൂടി പറയുന്നു, ഉസ്താദുമാരോട് വളരെ ആത്മാർത്ഥമായി പറയാണ്, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ലോകത്ത് ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കൂല, ലോകത്താര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല. ഇത് വലിയൊരു ക്വാളിറ്റിയായി പണ്ഡിതന്മാര് കാണേണ്ടതാണ്. ഇല്ല, ദീനിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളെ ചതിക്കില്ല, ഇല്ല, ദീനിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളോട് കള്ളം പറയില്ല. പ്രവാചകൻ പറഞ്ഞാണ്, ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല. അതൊരു വലിയ ക്വാളിറ്റിയാണ് പണ്ഡിതന്മാരുടെ. അതുകൊണ്ട് വഞ്ചിക്കല്ലേ, ചതിക്കല്ലേ. ഈ പാവപ്പെട്ടവർ നാളെ നിങ്ങളുടെ പേരിൽ നരകത്തിൽ പോകും. അത് മഹാകുറ്റകരമാണ്. നിങ്ങൾക്ക് 2 ഇരട്ടി ശിക്ഷ കിട്ടണേ എന്ന് ഈ അനുയായികൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കും. ആഖിറം ഭയാനകരമാണ്, സൂക്ഷിക്കുക എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എന്താണ് മുഅ്ജിസത്തും കറാമത്തും? ഇത് രണ്ടും അള്ളാഹു അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും കൊടുത്ത കൈവല്ലേ? അതിനാൽ അവർക്ക് കൊടുത്ത കൈവിൽ നിന്ന് ചോദിക്കുന്നത് ശിർക്കാണോ? അസ്സലാമു അലൈക്കും. മുഅ്ജിസത്തും കറാമത്തും അമ്പിയാക്കന്മാർക്ക് കൊടുത്ത കഴിവാണ്. അത് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കൽ ശിർക്കാണോ എന്നാണ്. ഇവിടെ ഫദ്ലുൽ ഖുംരി അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിൽ വളരെ ഭംഗിയായി വിശദീകരിച്ചു. മുഅ്ജിസത്തും കറാമത്തും അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അള്ളാഹു കൊടുത്ത കഴിവല്ല, അള്ളാഹു അവരിലൂടെ പ്രകടിപ്പിക്കുന്ന കഴിവാണ്. അവർക്ക് സ്വതന്ത്രമായി ആ കഴിവ് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ ആണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ട ഒരു കഴിവായിരുന്നെങ്കിൽ, അഥവാ ഖുർആൻ പറയാൻ റസൂലുള്ളാഹിക്ക് കഴിവ് നൽകപ്പെട്ടിരുന്നെങ്കിൽ ഖുർആനിന് എന്ത് പ്രസക്തിയാണുള്ളത്? അതിപ്പോ മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ട കഴിവല്ല, അപ്പൊ ഇനി ഖുർആനിൽ വലിയ അത്ഭുതം ഇല്ല എന്ന ആളുകൾ, വിമർശകന്മാർ പറയും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട മുഅ്ജിസത്താണ് വടി. അത് നിലത്തിട്ടാൽ പാമ്പാകും. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിക്കുമ്പോഴൊക്കെ നിലത്തിട്ടാൽ പാമ്പാകോ? ഇല്ല. അള്ളാഹു നിലത്തിടാൻ പറയുമ്പോൾ ഇട്ടാൽ പാമ്പാകും. അതേ വടി കയ്യിലുണ്ടായിരിക്കെ തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാഹിറന്മാരെ സിഹിർ കണ്ട് പേടിച്ചു. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത് നിലത്തിട്ടോളൂ. അപ്പം അത് പാമ്പായി മാറി. തൽഖഫ് അവർ ഉണ്ടാക്കിയതിനൊക്കെ അത് വിഴുങ്ങിക്കളയും. അതേ വടി മൂസാ നബിയുടെ കയ്യിലുണ്ട്, കടലിന്റെയും അതുപോലെ തന്നെ ഫിറഔന്റെ സൈന്യത്തിന്റെയും നടുവിൽ നിൽക്കുമ്പോൾ. അപ്പൊ ഇന്നാലെ മുദറക്കൂൻ എന്ന് പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ എന്ന് മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത മറുപടി എന്താ? നിങ്ങൾ പേടിക്കേണ്ട ആവശ്യത്തില്ല, എന്റെ കയ്യിൽ എന്റെ മുഴുസത്താകുന്ന വടിയുണ്ട്, ആ വടി കൊണ്ടടിച്ച സമുദ്രം 2 കഷ്ണായി പിളരും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നല്ല. ഒരിക്കലും മഹാനായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞു, ഇന്ന മഅയ്യ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നാ പറഞ്ഞു. സയ്യഹ്ദീൻ, അവരെനിക്ക് വഴി കാണിച്ചു തരും. എന്റെ കൂടെ എന്റെ വടി ഉണ്ട് എന്നല്ല, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും.
അപ്പൊ അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ട കഴിവല്ല മുഅ്ജിസത്ത്. അങ്ങനെ നൽകപ്പെട്ട കഴിവാക്കി സമസ്തക്കാർ മാറ്റുകയും അങ്ങനെ അബോധികമായ കഴിവുകൾ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഉണ്ട്. അതുകൊണ്ട് നൽകപ്പെട്ട കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അതുകൊണ്ട് ശിർക്ക് വരൂല എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും നൽകിയിട്ടില്ല. അപ്പൊ ഇവിടെ ഉമർ സൂചിപ്പിച്ചല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് വെള്ളം വന്നു ഒരു സന്ദർഭത്തിൽ, അത് മുഅ്ജിസത്താണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവത്തിന് ശേഷവും യാത്ര പോകുമ്പോൾ വെള്ളം എടുക്കാറുണ്ട്. അതെന്തിനാ? സഹാബത്തിനോട് പറഞ്ഞു വെള്ളം എടുത്തോ. റസൂലുള്ള സ്വന്തം വെള്ളം എടുക്കാറുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈ എപ്പോഴും വെച്ചാൽ വെള്ളം വരുമെങ്കിൽ റസൂലുള്ളാഹിക്ക് എത്ര സുഖാണ്, വെള്ളം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എപ്പോഴും കൈ ഇങ്ങനെ പാത്രത്തിൽ വെച്ചു കൊടുത്താൽ മതി. അപ്പൊ അള്ളാഹുവിന്റെ അനുവാദപ്രകാരം അള്ളാഹു പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ കഴിവാണ് ദാത്തുൽ മുഅ്ജിസത്ത്, അതല്ലാതെ അമ്പിയാക്കന്മാരുടെ കഴിവല്ല. ഇതേപോലെ തന്നെയാണ് കറാമത്തുകളും. മറിയം ബീവിക്ക് ആ അന്ന് ലഭ്യമല്ലാത്ത ഫലവർഗ്ഗങ്ങൾ ലഭ്യമായപ്പോൾ അന്നാ ലക്കി ഹാദാന്ന് ചോദിച്ചു. ഖാലത്ത് ഹുവ മിൻ ഇൻദില്ല, അതിന്റെ കഴിവാണെന്നല്ല, ഹുവ മിൻ ഇൻദില്ല, അത് അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള കഴിവാണെന്നാണ്. അപ്പൊ കറാമത്താണെങ്കിലും അത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഔലിയാക്കന്മാരിൽ അള്ളാഹ് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. അതല്ലാതെ അവർക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റിയ കഴിവായി അള്ളാഹ് കൊടുത്തിട്ടില്ല. അങ്ങനെ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും കൊടുക്കുകയുമില്ല. ഇനി പിന്നെ ഒരു ചോദ്യമുള്ള വലോ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിർ ലഹുമുർ റസൂൽ, ഈ ആയത്ത് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലം സാധാരണ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവായി ഉദ്ധരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയത്താണ്. കേരളത്തിലൊരു മുസ്ലിയാര് ഹർക്കത്തൊക്കെ മാറ്റിയ ആയത്താണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഫദ്ലുൽ കുമരി വിശദീകരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അല്ലാത്ത മറ്റുള്ളവരോടുള്ള പ്രാർത്ഥന അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഇസ്തിഗാസ നടത്താമെന്ന് പറയുന്നതിനു വേണ്ടി സാധാരണയായി കൊണ്ടുവരപ്പെടാറുള്ള ഒരു വചനമാണ് സൂറത്ത് നിസായിലെ 65-ാമത്തെ വചനമായ വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് പറയുന്ന ആയത്ത്. അതിനർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. വലൗ അന്നഹും ഇളലമു അൻഫുസഹും, അവർ അവരുടെ സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചപ്പോൾ ജാഊക, അങ്ങയുടെ അടുക്കലേക്ക് വരികയും ഫസ്തഗ്ഫറുല്ലാഹ, എന്നിട്ട് അള്ളാഹുവോട് അവർ ഇസ്തിഗ്ഫാർ നടത്തുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അവർക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൗബ സ്വീകരിക്കുന്നവനായും കരുണ കാണിക്കുന്നവനുമായും അവർക്ക് കാണാമായിരുന്നു എന്നാണ്. ഇവിടെ ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എവിടെ പോകണം? എന്ത് തെറ്റ് ചെയ്താലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, എന്നിട്ട് നമ്മൾ അള്ളാഹുവോട് പറയണം. അപ്പോൾ പ്രവാചകൻ നമുക്ക് വേണ്ടി അള്ളാഹിനോട് പറയും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ നടത്തുന്ന ഇസ്തിഗാസ അത് തന്നെയാണ് എന്നാണ് വാദത്തിന്റെ ചുരുക്കം. ഇതൊരു പ്രത്യേക വിഷയവും സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ജൂതന്മാരിൽപ്പെട്ട ഒരാളും മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നത്തിൽ സത്യം മുസ്ലിമിന്റെ ഭാഗത്തായിരുന്നില്ല. അപ്പോ ഈ മുസ്ലിം എന്തു ചെയ്തു? നമുക്ക് ഈ വിഷയം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ജൂത നേതാവിനെ കാണാം എന്ന് പറഞ്ഞ് ജൂത നേതാവിന്റെ അടുക്കിലേക്ക് പ്രശ്നപരിഹാരത്തിന് പോവുകയാണ്. കാരണം ഈ മുസ്ലിമിനെ അറിയാം, ഈ പ്രശ്നവുമായിട്ട് പ്രവാചകന്റെ അടുക്കിലേക്ക് ചെന്നാൽ പ്രവാചകൻ ഹക്ക് പ്രകാരം വിധിക്കും. അപ്പൊ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് കിട്ടൂല. അപ്പൊ തന്റെ ആവശ്യം നടക്കാൻ വേണ്ടി ജൂത നേതാവിനെ സമീപിക്കുകയും ആ ജൂത നേതാവിന്റെ മുമ്പിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോവുകയും ചെയ്തു. ഇതാണ് വിഷയം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ പ്രവാചകന്റെ അടുക്കിലേക്ക് ചെന്ന് പ്രശ്നപരിഹാരം തേടേണ്ടുന്ന ആളുകൾ എവിടെ പോയി? ജൂത നേതാവിന്റെ അടുക്കിലേക്ക് പോയി. അത് സ്വാഭാവികമായും പ്രവാചകനെ വിഷമിപ്പിക്കുന്ന, പ്രവാചകന് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ചെയ്യാൻ പാടില്ലായിരുന്നു അവര്. അപ്പോൾ അവർ ഇത് ആരോട് ചെയ്ത തെറ്റാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത തെറ്റാണ്. പ്രവാചകൻ ജീവിച്ചിരിക്കെ പ്രവാചകന്റെ അടുക്കലേക്ക്
ആ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോകേണ്ടതിന് പകരം ആ പ്രവാചകനെ അവിടെ ഇരുത്തിയിട്ട് അപ്പുറത്ത് ജൂത നേതാവിന്റെ അടുക്കിലേക്ക് പോയാൽ അത് പ്രവാചകനെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു തെറ്റാണ്, റസൂലിനോട് ചെയ്ത തെറ്റ്. അവർ ആദ്യം എന്ത് ചെയ്യണം? റസൂലിനോട് പോയിട്ട് പറയണം. എന്നിട്ട്, കാരണം പ്രവാചകനോട് പറയേണ്ടുന്ന വിഷയം മറ്റുള്ള ആളെ ഇടപെടുത്തി. അപ്പൊ പ്രവാചകനോട് പറയണം, ഞങ്ങൾക്ക് സംഭവിച്ചു പോയത് തെറ്റാണ്. അങ്ങനെ പ്രവാചകൻ ഈ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഇതാണ് വിഷയം. ആ വ്യക്തികളും ജീവിച്ചിരിപ്പുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ തൗബയുമായി ബന്ധപ്പെട്ട ഒരു ഷർത്താണ് ഇവിടെ സത്യത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ ആ വ്യക്തി തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ 3 നിബന്ധനകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതായത് ആ തെറ്റ് വീണ്ടും ചെയ്യാതിരിക്കുക, ആത്മാർത്ഥമായി തൗബ ചെയ്യുക, ആ തെറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ വിഷമം തോന്നുക, അങ്ങനെ 2-3 നിബന്ധനകൾ. 4ാമത്തൊരു നിബന്ധന ഉണ്ട്. എന്താ? വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഞാൻ അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ പോരാ, ഈ വ്യക്തിയുമായിട്ട് അത് വിഷയം പരിഹരിക്കണം. ഞാൻ ഒരുത്തന്റെ 1000 റുപ്യ കട്ടു, എന്നിട്ട് പറയാം അള്ളാഹു എനിക്ക് പുറത്തു തരണേന്ന് പറഞ്ഞാൽ അതുമാത്രം അതിന് പരിഹാരമല്ല. ഈ വ്യക്തിയോട് പോയിട്ട് ആദ്യം മാപ്പപേക്ഷിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പൈസ തിരിച്ചു കൊടുക്കണം. ഒരുത്തരെ ഞാൻ ആളുകൾക്ക് മുമ്പിൽ വെച്ച് അവഹേളിച്ചു, അപമാനിച്ചു, സംസാരിച്ചു, എന്നിട്ട് അള്ളാഹു എനിക്ക് പുറത്തു തരണേന്ന് പറഞ്ഞാൽ പോരാ. ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ ഗീബത്ത് പറഞ്ഞു, അള്ളാഹുവെ പുറത്തു തരണേന്ന് പറഞ്ഞാൽ പോരാ. ഒരു വ്യക്തിയോട് ഞാൻ ദുൽമ് കാണിച്ചു, അള്ളാഹു എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞാൽ പോരാ. ആ വ്യക്തിയോട് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം പരിഹരിക്കണം എന്നതാണ് വിഷയം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ പ്രവാചകന്റെ അടുക്കലേക്ക് വിധി തേടി പോകേണ്ടതിന് പകരം ജൂത നേതാവിന്റെ അടുക്കലേക്ക് പോയത് പ്രവാചകനോട് ചെയ്ത തെറ്റാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യണം? റസൂലിനോട് പോയിട്ട് പറയണം, എന്നിട്ട് റസൂൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഇവർക്ക് വേണ്ടിയിട്ട്. ഇതാണ് വിഷയം. ഇത് വെച്ചിട്ടാണ് എന്ത് പറയുന്നത്? നമ്മളിപ്പോ എന്ത് തെറ്റ് ചെയ്താലും ആരോട് ആദ്യം പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. ഇത് വിശുദ്ധ ഖുർആനിന്റെ ആശയത്തെ ദുർവ്യാഖ്യാനിക്കലാണ്, സ്വഹാബികളോ മറ്റോ മനസ്സിലാക്കാത്ത ആശയം പറയലാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഖുർആനിന്റെ പ്രയോഗം നോക്കി നിങ്ങൾ, വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും, അവർ അവരോട് അക്രമം പ്രവർത്തിച്ചപ്പോൾ അവർ പോകേണ്ടിയിരുന്നു എന്നാണ്. അവിടെ അറബി ഭാഷയിൽ ഇത് എന്നുള്ള പ്രയോഗം കഴിഞ്ഞുപോയ ഒരു സംഗതിയെ കുറിച്ച് പറയുമ്പോഴാണ് പറയാ. ഇതാ എന്നാണെങ്കിൽ ഇനി വരാനുള്ളതും ബാധകമാവും. വലൗ അന്നഹും ഇദാ ലലമു, ഇനി അവരൊക്കെ അക്രമം പ്രവർത്തിക്കുമ്പോൾ എന്നല്ല, ആ അക്രമം പ്രവർത്തിച്ച ചില പ്രത്യേകം ആളുകൾ അവർ റസൂലിന്റെ അടുക്കലേക്ക് പോകേണ്ടിയിരുന്നു. അതല്ലാണ്ട് ഇനി തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ റസൂലിനോട് പറയണം എന്നല്ല അവിടെ പറയുന്നത്. അപ്പൊ ഖുർആന്റെ പദപ്രയോഗവും ആ ആശയമാണ് പഠിപ്പിക്കുന്നത്. 2. മൂന്നാമത്തെ ഒന്ന്, ആയത്തിന്റെ അവസാനം എന്താണ്? ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹുവിനെ തൗബ സ്വീകരിക്കുന്നവനായും റഹ്മത്ത് ചെയ്യുന്നവനായും ഇവർക്ക് കാണാം. എപ്പോ? റസൂലിന്റെ അടുക്കലേക്ക് പോയാൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? നമ്മുടെ തൗബ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ റസൂലിന്റെ അടുക്കലേക്ക് പോകണം നിർബന്ധമായില്ലേ? ആ വ്യക്തികൾ, റസൂലിനോട് ആ തെറ്റ് ചെയ്ത ആളുകൾ റസൂലിന്റെ അടുക്കലേക്ക് പോയി റസൂലിനോട് മാപ്പ് പറഞ്ഞാൽ തന്നെ അള്ളാഹു താല തൗബ സ്വീകരിക്കുള്ളൂ, അതിൽ സംശയമില്ല. അത് വെച്ചുകൊണ്ട് ഇത് റസൂലിനോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാന്ന് പറഞ്ഞാൽ എന്തായി അതിന്റെ അർത്ഥം? എല്ലാ ആളുകളോടും ആരടുക്കൽ പോകണം? റസൂലിന്റെ അടുക്കൽ പോകണം. ആ ജുംലയുടെ ആ വാചകത്തിന്റെ ഒരു ജവാബ്, ഉത്തരമാണ് അള്ളാഹു അവസാനം പറയുന്നത്. ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവർ പോയെങ്കിലേ അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ആര് തെറ്റ് ചെയ്താലും റസൂലിന്റെ അടുക്കലേക്ക് പോകണം. എല്ലാവർക്കും ഇവിടുന്ന് മദീനത്തേക്ക് വണ്ടി കയറാൻ പറ്റുമോ? അപ്പൊ അവന്റെ ഒന്നും പാപം പൊറുക്കപ്പെടുന്നില്ലേ? എല്ലാവർക്കും മദീനത്തേക്ക് പോകാൻ കഴിയുന്നുണ്ടോ? അതിന്റെ അർത്ഥം അവന്റെ പാപം പൊറുക്കപ്പെടൂല എന്നാണോ? നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളൊരു ആശയത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അർത്ഥവും ആശയവും പറഞ്ഞാൽ മാത്രം പോരാ, വേറെയൊക്കെ ചില അപകടങ്ങൾ അതിന്റെ പിന്നിൽ വേറെ ഉണ്ടെന്ന് ആലോചിക്കണം. അവർ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് റസൂലിനോട് മാപ്പ് പറഞ്ഞാലേ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവരുടെ പാപം അല്ലാഹു തആല പുറത്തു കൊടുക്കുള്ളൂ എന്നാണ്. ആ ആയത്ത് വെച്ചിട്ട് എല്ലാവരും പാപം ചെയ്ത റസൂലിനോട് പറയണമെന്ന് പറഞ്ഞാൽ, റസൂലിന്റെ അടുക്കിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ, ഇന്ന് മദീനത്തേക്ക് പോകാൻ കഴിയാത്ത ആളുകൾക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇങ്ങനത്തെ പല വിഷയങ്ങളും അതിൽ വരുന്നുണ്ട്. ചുരുക്കത്തിൽ അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു ആയത്തല്ല. ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ലല്ലോ. ഈ പ്രവാചകനാ പറഞ്ഞത് കുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പൊ ആ ഖുർആനിൽ ഒരിക്കലും വൈരുദ്ധ്യം വരില്ല. എന്നിട്ട് അത് പഠിപ്പിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആൻ ഒരിക്കലും പറയുകയില്ല. തൗഹീദിനെതിരായ ആയത്തുകൾ ഒരിക്കലും ഖുർആനിൽ നിന്ന് കാണാനും നമുക്ക് ആർക്കും സാധ്യമല്ല. ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. നേരത്തെ മുഅ്ജിസത്തിനെ കുറിച്ചും കറാമത്തിനെ കുറിച്ചും ചോദിച്ചപ്പോൾ
സാധാരണക്കാരായ ആളുകൾക്ക് ഒന്നുകൂടി അവരുടെ ഹൃദയത്തിലേക്ക് ആഴത്തിലിറങ്ങാൻ വേണ്ടി ഒന്ന് രണ്ട് വാചകങ്ങൾ ചേർക്കുക. മുഅ്ജിസത്ത് അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകിയ കഴിവാണോ? അങ്ങനെയാണെങ്കിൽ അവർ വിചാരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമോ? 3, അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്തിൽ നിന്ന് നമുക്ക് ചോദിക്കാമോ? അതേപോലെ തന്നെയാണ് കറാമത്ത് ഔലിയാക്കൾക്ക് അവരുടെ സ്വന്തം കഴിവുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയാണോ? അത് അവർ വിചാരിക്കുന്ന സമയത്തൊക്കെ പ്രകടിപ്പിക്കാമോ? കറാമത്തുണ്ട് എന്നതുകൊണ്ട് തേടാൻ അത് തെളിവാകുമോ? എന്നാണല്ലോ അതിൻ്റെ ഏറ്റവും വലിയ മർമ്മം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നേരത്തെ ഇവിടെ ഒരു വിധത്തിൽ അത് പറഞ്ഞു, നിങ്ങൾ കേട്ടു. അതിൻ്റെ മർമ്മവും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, എല്ലാവരും ആലോചിക്കണം, ഒരു മഹാപ്രവാചകൻ, ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട ഒരു പ്രവാചകൻ, സമൂഹത്തെ മെരുക്കുകയും അവരെ ഒതുക്കിയും അവരെ ശീലിപ്പിച്ചും ഒരുപാട് വേദനകൾ ഏറ്റുവാങ്ങിയ ഒരു പ്രവാചകൻ. ഫിറഔൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. സഹോദരിമാർക്കൊക്കെ എളുപ്പത്തിൽ കാരണം ശിർക്ക് ഏറ്റവും കൂടുതൽ വരുന്നതും സ്വാധീനിക്കുന്നതും സഹോദരിമാരെയാണ് പലപ്പോഴും. അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ച് കേട്ട് നമ്മൾ ഇത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. ചെങ്കടലിന്റെ തൊട്ടടുത്ത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നിൽക്കുകയാണ്. നല്ലോണം ആലോചിക്കണേ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നിൽക്കുകയാണ്. കൂടെ അദ്ദേഹത്തിൽ വിശ്വസിച്ച അനുയായികളുമുണ്ട്. ഫിറൗനാകട്ടെ സർവായുധ വിഭൂഷികളായ പട്ടാളത്തെയും കൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിനെയും ടീമിനെയും പിടിക്കാൻ വേണ്ടി വരുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ വടിയുണ്ട് എന്ന് പറഞ്ഞു. ഈ വടി ചെങ്കടലിൽ അടിച്ചാൽ ചെങ്കടൽ പിളരും എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് അറിയില്ല. തീർന്നില്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ആളുകൾ പറയുന്നത് എന്താണ്? ഖുർആൻ അത് എടുത്തുദ്ധരിക്കുന്നു. പിടിക്കപ്പെട്ടത് തന്നെ മൂസ ഫിറൗനിന്റെയും അവന്റെ പട്ടാളക്കാരും നമ്മളെ പിടിച്ചത് തന്നെ. ഇത് എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ്. ആരാ അവര്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ സ്വഹാബികളാണ് അവര്. ആ സ്വഹാബിമാർ, വിശ്വസിച്ച ആളുകൾ, ആ ആളുകളാണ് എന്ത് പറയുന്നത്? മൂസാ പിടിക്കപ്പെട്ടത് തന്നെ. ശരിക്കും സ്വഹാബത്ത് പരസ്പരം പറയേണ്ടത് എന്താ? മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹ് മുഅ്ജിസത്ത് നൽകിയിട്ടില്ലേ? അത് എപ്പോ വിചാരിച്ചാലും നമുക്ക് ചോദിക്കാൻ പാകത്തിലും മൂസാ നബിക്ക് ഉപയോഗിക്കാൻ പാകത്തിലും അല്ലേ? എന്തിനാ ബേജാറാണ്? വടിയില്ലേ എങ്ങൈമാരെ? അങ്ങനെയല്ലേ അവർ പരസ്പരം പറയേണ്ടത്? അവരെല്ലാരും ചോദിക്കണം എന്താണ്? മൂസാ പിടിക്കപ്പെട്ടത് തന്നെ നാടകം അഭിനയിച്ചതാ? അല്ല. ഈ വടി മൂസാ നബി എപ്പോ വിചാരിച്ചാലും കടല് വളർത്താൻ എന്തിനും സാധിക്കുമെങ്കിൽ മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ പിടിക്കപ്പെട്ടത് തന്നെ എന്നാണോ പറയുന്നത്? ഒരു ബേജാറും വേണ്ട. ശരിക്കും അവര് പറയേണ്ട എന്താണ്? കാണിച്ചിരടാ ഫിറോനെ, എന്താ വിചാരിച്ച ഞങ്ങളെ മൂസാ നബിനെ പറ്റി? വടിയുണ്ട് ചങ്ങായി, ഇജ്ജ് നോയിക്കോ എന്നല്ലേ പറയേണ്ടത്? പറഞ്ഞില്ല എന്ന് മാത്രല്ല, അവിടെ പറയുന്നത് എന്താണ്? പിടിക്കപ്പെട്ടത് തന്നെ മൂസ എന്നാ. ശരി, മൂസാ നബി എന്നപ്പോ പറയേണ്ടത് എന്താ? മൂസാ നബി അലൈഹിസ്സലാം പറയേണ്ടത് എന്താ? നിങ്ങൾ എന്തിനാ ബേജാറാവണ്? ഇത് കണ്ടില്ലേ നിങ്ങൾ? ഈ വടി കൊണ്ട് ഞാൻ എന്തൊക്കെ അത്ഭുതം സൃഷ്ടിക്കുന്ന നിങ്ങൾ വിചാരിച്ചത്? കണ്ടോളി, നോക്കി നിന്നോളി, ഫിറൗന് കുളുകുളു കുളുകുളു കുക്കുളു കുക്കുളു വെള്ളത്തിൽ മുങ്ങിപ്പച്ചാവും, കണ്ടോളി എന്നല്ലേ പറയേണ്ടത്? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ കയ്യിൽ ഒരു പേനയുണ്ട്. ആ പേന AK-47 ആവും, ആ പേന വാളും ആവും, ആ പേന കത്തിയാകുമെങ്കിൽ കുറെ ആളെ ആക്രമിക്കാൻ വരുമ്പോ അതിന്റെ കയ്യിൽ ആ പേന നീയായിരിക്കുക. ഞാൻ എന്താ പറയാ? ആര് വന്നോട്ട് നിങ്ങൾ ബേജാറ് ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഞാൻ കത്തിയക്കൂല. എനിക്ക് അതിന് കഴിയുമെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം അവര് മജീഷ്യന്മാര് വടിയിട്ടപ്പോ പേടിച്ചില്ലേ? അല്ല എന്താ പറഞ്ഞേ? പേടിക്കണ്ട. അപ്പോ അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, അഭൗതികമായി അള്ളാഹുവിന്റെ ഇടപെടലാണ്. ആർക്കും അത് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു വ്യക്തി വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന അയാളുടെ കഴിവിന് അതീതമായ കാര്യമാണ്, സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യമാണ്. അത് അള്ളാഹു അയാളിലൂടെ പ്രകടിപ്പിക്കുകയാണ്. എന്തിന്? ഈ പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഉറപ്പിച്ചോളൂ. അദ്ദേഹം അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് സത്യമാണ്. അദ്ദേഹം അള്ളാഹിന്റെ പ്രവാചകനാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട നല്ലൊരു മേഖല, നേരത്തെ ഫളൽ ഖുമരി പറഞ്ഞു, പിന്നീട് മാലിക് സലഫി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു നാടൻ ശൈലിയിൽ ഞാനത് പറയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിങ്ങളിന്ന് ചിന്തിച്ചു നോക്കി, ഇവിടുത്തെ ഒരു സമസ്തയുടെ പള്ളി, ഒരു സഖാഫി ഇമാമായിട്ടുള്ള പള്ളിയിൽ സുബൈക്ക് അയാൾ വരുമ്പോ ഏതോ ഒരു പെണ്ണ് മെഹ്റാബില്, മൊയ്ലിയാര് പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ വരുമ്പോ ഒരു പെണ്ണ് മെഹ്റാബില്. മാത്രമല്ല, ഈ പെണ്ണിന് അള്ളാഹു ഭക്ഷണം ഇറക്കി കൊടുക്കുന്നതിൽ കാണും ചെയ്യുന്നു. യാതൊരു വേറെ മാർഗമൊന്നുമില്ലാതെ അഭൗതികമായ മാർഗത്തിൽ കൊടുക്കണ കാണും.
അങ്ങനെ കണ്ട് ഭയങ്കര കറാമത്ത് കണ്ടാൽ ശരിക്കും അയാള് അന്തിച്ചു പോവുക ചെയ്യാം. അതാ വലിയൊരു ബീവി, മുന്തിയൊരു ബീവി. അയാൾ മൈക്കും ഇങ്ങോട്ട് എടുത്തിട്ട് വന്നോളിയോയ് ഇവിടെ മുന്തിയൊരു ബീവി വന്നിക്കണോന്നാണല്ലോ. നാട്ടിലാണെങ്കിൽ അനൗൺസ്മെന്റ് അങ്ങനെ ഒരു ബീവി ഉണ്ടെങ്കിൽ ശരിക്കും സക്കരിയ നബി അലൈഹിസ്സലാം ഈ ഭക്ഷണം ഇങ്ങനെ കണ്ടപ്പോ ചോദിക്കുകയാണ്, സത്യത്തിൽ ഈ ഭക്ഷണങ്ങളൊന്നും ഈ സീസണിലെ ഈ കാലഘട്ടത്തിലെ ഭക്ഷണം അല്ലല്ലോ. അന്നാലക്കി ഹാദ, അല്ല മറിയം എവിടുന്നാ സത്യത്തില്? ഞാൻ ആരാ മോള്, എന്താ പൊങ്ങളിനെ പറ്റി കരുതിയേ എന്നല്ലേ പറയേണ്ടത്. കാലത്ത് അവര് പറയാണ് എന്തില്ല പടച്ചോന്റെ അടുത്ത് നിന്നുള്ളതാണ്. അല്ല വിചാരിച്ചാ കണക്കില്ലാതെ തരും. അപ്പൊ ആരാ തന്നത്? അല്ല, ഇത് എന്റെ കഴിവാണ്, എനിക്ക് കറാമത്തുണ്ട്, ആ കറാമത്തിന്റെ ഭാഗം ഇത് എന്നല്ല. അല്ല കണക്കില്ലാതെ ചില ആളുകൾക്ക് നൽകും. അങ്ങനെ നൽകിയാണ്. ഇനി ചിന്തിക്കേണ്ട പോയിന്റാണ്, ഇനിയാണ് ആലോചിക്കേണ്ടത്. കറാമത്ത് മറിയം ബീവിയിൽ നിക്ഷിപ്തമാണെങ്കിൽ, അവർ വിചാരിക്കുമ്പോൾ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, സീസൺ അല്ലാത്ത കാലത്ത് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങേയറ്റത്തെ നിരബാധിച്ച് ഭാര്യയാകട്ടെ വന്ധ്യയാണ്, അങ്ങനെയൊക്കെയുള്ള സക്കരിയ നബി ശരിക്ക് ചെയ്യേണ്ട എന്താ? കറാമത്ത് മറിയം ബീവിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ മറിയം ബീവിയോടാണ് ചോദിക്കേണ്ടത്. നേരെ മറിച്ച് കറാമത്ത് കാര്യകാരണ ബന്ധത്തിന് അതീതമാണ്, അഭൗതികമാണ്. അതുകൊണ്ട് എന്തേണ്ടായത്? ആരിലൂടെയാണോ പ്രകടിപ്പിക്കപ്പെട്ടത് അവരെ സക്കരിയ നബി ഉപേക്ഷിച്ചു, ആ വനിതയെ സക്കരിയ നബി ഉപേക്ഷിച്ചു. ആരാണോ മറിയം ബീവിയിലൂടെ ഇത് പ്രകടിപ്പിച്ചത് അത് ലോകത്തിന്റെ നാഥനാണ്. അതുകൊണ്ട് ലോകത്തിന്റെ നാഥനോട് ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു എന്ന് പറയുക ചെയ്ത്. അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടെന്നറിയോ? ആർക്കാണോ കറാമത്തുള്ളത് അത് സത്യമാണ്. ആ കറാമത്തിനെ നിഷേധിക്കാതെ ആ കറാമത്ത് ആരാണോ നൽകിയത് അവനോട് തേടുക. അല്ലെങ്കിൽ സക്കരിയ നബി ചെയ്യേണ്ടത് സമസ്തക്കാരി ചെയ്ത പോലെ മറിയം ബീവിനോടല്ലേ? എല്ലാവരും നല്ലോണം ആലോചിച്ചു നോക്കുക. ഒന്നതാണ്. പിന്നെ കറാമത്തിനെ പറ്റി പറയുമ്പോൾ പറയേണ്ട രണ്ട് ചരിത്ര സംഭവങ്ങളിൽ ഒന്ന് ഇവിടെ ഉദ്ധരിച്ചു. ഒന്ന്, രണ്ട് സ്വഹാബിമാര് നല്ല കൂരിരുട്ട്, ആ കൂരിരുട്ടുള്ളപ്പോ അവർ നടന്നു പോകുമ്പോൾ ഒരു പ്രകാശം പ്രത്യക്ഷപ്പെടുകയാണ്. അവർക്ക് ഇരുട്ടാണ്, വെളിച്ചത്തിന് വേണ്ടി. അങ്ങനെ അവർ രണ്ടുപേരും ആ പ്രകാശം അവരെങ്ങനെ കൊണ്ട് രണ്ട് വഴികളിൽ അവർ തിരിഞ്ഞപ്പോ ആ പ്രകാശം രണ്ടായി പിളർന്ന് അവരെ വീട് വരെ ആ പ്രകാശം അവരെ പിന്തുടർന്നു. അവര് വീട്ടിൽ കയറിയപ്പോ ആ പ്രകാശം അപ്രത്യക്ഷമായി. നല്ലോണം ആലോചിക്കാനാട്ടോ പറയുന്നത്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ നടന്നതാണല്ലോ, ഒറിജിനലായിട്ട് നടന്നതാണല്ലോ. സുബൈക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ കാര്യം വിവരിക്കപ്പെട്ടു. സത്യത്തിൽ നല്ലോണം ആലോചിച്ചു നോക്കി, നിങ്ങള് നല്ലവണ്ണം ചിന്തിച്ചു നോക്കേ. റസൂലുള്ളാഹി എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാഹ്, കറാമത്തുള്ള രണ്ട് ഔലിയാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഇതാ തെളിഞ്ഞിരിക്കുന്നു. ശരിക്കും അങ്ങനെയല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇവരെ മുറുക്ക പിടിച്ചോളി, നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ട് ഇനി അവരോട് ചോദിച്ചോളി എന്നല്ലേ പറയേണ്ടത്. സമസ്തക്കാരും മൊയ്ലിയാമാര് കറാമത്തുള്ള ആളാണ്, അതുകൊണ്ട് നമുക്ക് ചോദിക്കാന്നാണല്ലോ പറയുന്നത്. ഇവിടെ ബോധ്യപ്പെടാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു പ്രകാശം. എന്നാ അവരാരെങ്കിലും അങ്ങനെ ഔലിയാക്കളായിട്ട് വിചാരിച്ചോ? ഇല്ല. അത് മാത്രമല്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യങ്ങളിൽ ഒന്ന് ഉവൈസുൽ കർണിയെ കുറിച്ചുള്ള ചരിത്രമാണ്. ഈ ഉവൈസുൽ കർണിയെ കണ്ടാൽ നിങ്ങൾ പടച്ചോനോട് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ദ്വേരക്കാൻ വേണ്ടി പറയണം. കാരണം ഉമ്മാക്കേറെ ഹിദ്മത്തെടുത്ത അദ്ദേഹം ദ്വേരെന്നാൽ അള്ള സ്വീകരിക്കും. അത്ര വലിയ എന്നിട്ട് എന്താ അദ്ദേഹം ചെയ്തതെന്നറിയോ? അദ്ദേഹം പരമാവധി അദ്ദേഹം ദ്വേരുന്ന അള്ള സ്വീകരിക്കുന്നുള്ള മൂടി വെച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത് ചിലർ വന്നപ്പോ ആ നാട് തന്നെ വിട്ട് അദ്ദേഹം പോവുകയാണ്. അവിടെ ബിസിനസ് ആക്കല്ല, ആ നാട് തന്നെ വിട്ടിട്ട് അദ്ദേഹം പോവുകയാണ്. കാരണം ആളുകൾ പലതിലേക്ക് ചെന്നെത്താൻ സാധ്യതയുള്ള ഒരു മേഖലയാണത്. അതുകൊണ്ട് നേരത്തെ ഞാൻ അവസാനിപ്പിച്ച പദം വീണ്ടും പറയുന്നു. ഉസ്താദുമാരെ, ദുനിയാവിലെ ചുരുങ്ങിയ ലാഭങ്ങൾക്കപ്പുറത്താണ് സ്വർഗം. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു നെഞ്ചകവും വിഭാവനം ചെയ്തിട്ടില്ലാത്ത ആ സ്വർഗത്തിന്റെ ആരാമങ്ങളാണ് ദുനിയാവിലെ കേവല തുട്ടിന്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. എല്ലാം വിട്ട് ഈ ദുനിയാവെന്ന് യാത്ര പോകുന്ന 6 അടി മണ്ണിലേക്കുള്ള യാത്രയിൽ ഈ ദീനാറുണ്ടാവില്ല, ഈ ദിർഹം ഉണ്ടാവില്ല, ഒന്നുണ്ടാവില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ ചതിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുമ്പോൾ ഓർക്കുക, ഈ പറ്റിക്കപ്പെട്ടവർ നാളെ നിങ്ങൾക്കത് റബ്ബന ആതിന ഇഫൈനി മിനൽ അദാബ് എന്ന് പ്രാർത്ഥിക്കുന്നൊരവസ്ഥ ഉണ്ടെന്ന് അള്ളാഹു മുൻകൂട്ടി പറഞ്ഞു തന്നിരിക്കുന്നു. സൂക്ഷിക്കുക, ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുക. അസ്സലാമു അലൈക്കും. ഈ നജദിൽ നിന്നും 2 കൊമ്പ് വരുമെന്ന് പറഞ്ഞില്ലേ, അത് എന്താ സംഭവം? അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസാണ് സുഹൃത്ത് പറഞ്ഞത്. നജദിൽ നിന്ന്
ഷെയ്ത്താന്റെ കൊമ്പ് എന്നാണ്. പിശാചിന്റെ കൊമ്പ് നജിദിൽ നിന്ന് ഉദിക്കും എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ പലപ്പോഴും ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള നജിദിൽ ഉദിക്കുമെന്ന് പറഞ്ഞ പിശാചിന്റെ കൊമ്പാണ്. അപ്പോൾ റസൂലിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പല ആളുകളും പ്രചരിപ്പിക്കാറുണ്ട്. ഇത് സത്യം എന്താന്ന് വെച്ചാൽ നേരത്തെ നാം പറഞ്ഞല്ലോ, സൗദി അറേബ്യയിൽ ഉസ്മാനിയ ഭരണകൂടം നിലവിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ രാജ്യത്തുണ്ടായിരുന്ന ശിർക്കൻ വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ബിദ്അത്തുകളെയും ശക്തമായ നിലക്ക് എതിർത്ത് അതിനെയെല്ലാം അവസാനിപ്പിച്ച് അവിടെ തൗഹീദിന്റെ വെളിച്ചവും സുന്നത്തിന്റെ വെളിച്ചവും കൊണ്ടുവന്ന് ബിദ്അത്തിന്റെയും ശിർക്കുകളുടെയും ഇരുട്ടുകളെ നീക്കം ചെയ്ത പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അപ്പൊ ആ ഒരു ദേഷ്യം പല ആളുകൾക്കുണ്ട്. ആ ദേഷ്യം ആദ്യമായി വന്നത് തുർക്കികൾക്കാണ്, അതേപോലെ ഷിയാക്കൾക്കുമാണ്. ഇന്നും തുർക്കികൾക്ക് ആ സൗദി ഭരണകൂടത്തോടും വെറുപ്പാണ്, ഷിയാക്കൾക്കും സൗദി ഭരണകൂടത്തോട് വെറുപ്പാണ്. അവർ ചെയ്യുന്ന ചില ആക്രമണങ്ങളും പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ പല ആളുകളും മനസ്സിലാക്കിയവരായിരിക്കും. അപ്പൊ ആ ഒരു വെറുപ്പിനൊരു അടിസ്ഥാനമുണ്ട്. എന്താണ്? അവർ കൊണ്ടു നടക്കുന്ന ഒരു ആദർശത്തെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എതിർത്തു എന്നുള്ളത്. ഹിജ്റ 1150കളിലൊക്കെ ജീവിച്ച ഒരാളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അപ്പൊ എന്താണ് ഈ വിഷയത്തിന്റെ വസ്തുത? അദ്ദേഹം ജനിച്ചത് നജിദിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സ്വഹാബികളുടെ കൂടെ ഇരുന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി യമനിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഷാമിന. അല്ലാഹുവേ, ഞങ്ങളുടെ യമനിലും ഞങ്ങളുടെ ഷാമിലൊക്കെ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പ്രാർത്ഥിച്ച അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, റസൂലെ ഒഫി നജിദിന, ഞങ്ങൾ നജിദിനും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നജിദിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയില്ല. കാരണം ഹുനാക്കൽ ഫിതൻ, അവിടെയാണ് എന്തുണ്ടാവുക? കുഴപ്പങ്ങൾ ഉണ്ടാവുക, ഫിത്നകൾ ഉണ്ടാകുക. ഒബിഹാ യത്ലഉ ഖർനു ശൈത്താൻ, അവിടെയാണ് ശൈത്താനിന്റെ കൊമ്പൊതിക്കുക. ശൈത്താന്റെ കൊമ്പൊതിക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എല്ലാ തരം ഫിത്നകളും പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാവുക എന്നുള്ള ആശയത്തിനാണ്. ഈ നജിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ച നജിദാണ്. അപ്പൊ ആ ശൈത്താന്റെ കൊമ്പാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആ ശൈത്താന്റെ പണിയാണ് മുഹമ്മദ് ബിൻ വഹാബ് മക്കയിലും മദീനത്തൊക്കെ ചെയ്തത് എന്നാണ് എതിരാളികൾ പറഞ്ഞു വരുന്നതിന് ചുരുക്കം. ഇവിടെ നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കൊണ്ടുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ നജിദ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ച നജിദ് അല്ല. സൗദി അറേബ്യയിൽ ഇന്ന് അൽ ഖസീം, മദീന, മക്ക ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾക്ക് പറയുന്ന പേരാണ് അന്ന് ഹിജാസ് പ്രദേശം. ഇന്ന് നിലവിലുള്ള റിയാദ്, ആ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾക്ക് അന്ന് പറഞ്ഞിരുന്ന പേരാണ് നജിദ്. അപ്പൊ ഒരു ഭാഗത്ത് നജിദാണ്, മറു ഭാഗത്ത് ഹിജാസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജിദിൽ ശൈത്താന്റെ കൊമ്പൊതിക്കുമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചത് ഈ ഇന്ന് നിലവിലുള്ള റിയാദ് പ്രദേശം. ഇപ്പൊ റിയാദിന്റെ അടുത്തുള്ള ദിർഇയ എന്ന് പറയുന്ന സ്ഥലത്താണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ജനിക്കുന്നത്. ആ പ്രദേശം ഉൾക്കൊള്ളുന്ന അന്ന് നജിദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ ഭാഗത്തേക്കല്ല റസൂൽ ഇതുകൊണ്ട് നജിദ് ഉദ്ദേശിച്ചത്. അത് ഞാനോ നിങ്ങളോ അല്ല പറയേണ്ടത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്, വഖാലൽ ഖത്താബി, ഇമാം ഖത്താബി പറഞ്ഞിരിക്കുന്നു. ഇമാം ഖത്താബി അതേപോലെ ഇബ്നു അബ്ദുൽ ബർ എന്നൊക്കെ പറഞ്ഞ ഫതുഹുൽ ബാരിയിൽ ശറഹ് പറയുമ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി എടുത്തു കൊടുക്കുന്ന പണ്ഡിതന്മാരാണ്. ആ ഖത്താബിയും ഇബ്നു അബ്ദുൽ ബറൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ നജിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹുവ അൽ ഇറാഖ്, ഇത് ഇറാഖ് ആകുന്നു എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് നിന്നിട്ട് നജിദിലാണ് ശൈത്താനെ കൊമ്പൊതിക്കുക എന്ന് പറഞ്ഞ് ഇടതുവശത്തേക്ക് ചൂണ്ടിക്കാണിച്ചു എന്നാ. അപ്പോ പ്രവാചകൻ മദീനത്ത് നിന്നിട്ട് ഇടതുവശത്തേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ പറഞ്ഞ ഇറാഖ് പ്രദേശം ഇടത്താണ്, ഈ പറയുന്ന നജിദ് ആകുന്ന ഈ റിയാദ് ഉൾക്കൊള്ളുന്ന പ്രദേശം നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. പ്രവാചകൻ ചൂണ്ടിക്കാണിച്ച എങ്ങോട്ടാണ്? ഇറാഖിന്റെ ഭാഗത്തേക്കാണ് എന്നാണ്, അതായത് കിഴക്ക് ഭാഗത്തേക്കാണ്. എന്നിട്ട് ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ പറയാണെന്ത്, ഈ പ്രവാചകൻ ഉദ്ദേശിച്ച നജിദ് കൊണ്ട് ഉദ്ദേശം ഇറാഖ് പ്രദേശങ്ങളാണ്. അവിടെയാണ് ജമൽ യുദ്ധമുണ്ടായത്, അവിടെയാണ് സിഫീൻ യുദ്ധമുണ്ടായത്, അവിടെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ട കർബലയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായത്, അവിടെയാണ് കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇന്നും ഇറാഖിലും തന്നെയാണ് പ്രശ്നങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുന്നറിയിപ്പ് നൽകിയ കലഹങ്ങളും ഫിത്നകളും കുഴപ്പങ്ങളും ഒഫീഹൽ ജലാസിലു ഒഫീഹൽ ഫിതനു എന്ന് പറയുന്നിട്ട് ഒരുപാട് ഇബ്നു ഹജർ വിശദീകരിക്കുന്നുണ്ട്. അവിടെ പ്രകമ്പനങ്ങളും കുഴപ്പങ്ങളും കലഹങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ പറയുന്ന
ആ നജ്ദ് കൊണ്ട് ഉദ്ദേശം ഇറാഖാണ് എന്ന് സഹീഹുൽ ബുഖാരിയുടെ ആധികാരിക വിശദീകരണമായ ഫത്ഹുൽ ബാരി എഴുതിയിട്ടുള്ള ഇബ്ൻ ഹജർ അസ്ഖലാനി, അദ്ദേഹം ഷാഫി പണ്ഡിതനാണ്, വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ബുഖാരിയുടെ മറ്റൊരു ഷറഹാണ് ഷറഹുൽ കിർമാനി എഴുതിയിട്ടുള്ള മറ്റൊരു ഷറഹ്, ബുഖാരിയുടെ ഒരു ഷറഹാണ്. അതിലും പറയുന്നുണ്ട് എന്ത്, ഒരാൾ മദീനത്തിൽ നിൽക്കുകയാണെങ്കിൽ അവന്റെ നജ്ദ് എന്ന് പറഞ്ഞാൽ ബാദിയത്തുൽ ഇറാഖ് വ നവാഹിഹ, ഇറാഖ് പ്രദേശവും ഇറാഖിന് ചുറ്റുവട്ടവുമാണ്. കാരണം വഹിയ മശരിഖു അഹ്ലിഹ, മദീനത്ത് നിൽക്കുന്നവന്റെ കിഴക്ക് ഇറാഖ് പ്രദേശമാണ്, അതാണ് അവന്റെ നജ്ദ്. അപ്പൊ നജ്ദ് എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കർത്ഥം എന്താണെന്നറിയോ, ഉയർന്ന പ്രദേശം എന്നാ. അതാണ് ഒരു സ്ഥലം എന്ന് വെച്ചിട്ടല്ല അത്. നജ്ദ് എന്ന വാക്കിനർത്ഥം ഉയർന്നു നിൽക്കുന്ന പ്രദേശം എന്നാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് ഭാഗത്തുള്ള ഇറാഖ് മദീനയെ അപേക്ഷിച്ച് എന്താണ്, ഉയർന്ന ഭാഗത്തായിട്ടവർക്കാണ്, അത് കിഴക്കു ഭാഗത്തുമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെയാണ് ഫിത്നകൾ ഉണ്ടാകുക, ഇവിടെയാണ് പിശാചിനെ കൊമ്പുതിക്കുക. അപ്പൊ ഈ ഹദീസ് വിശദീകരിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ ഫത്ഹുൽ ബാരി എന്ന് മാത്രമല്ല വേറെ ഹദീസുകളിലും, ഇപ്പൊ ഇമാം നവവി അവിടുത്തെ ഷറഹിലും പറയുന്നുണ്ട്, മദീനത്ത് നിൽക്കുന്ന ഒരാളുടെ കിഴക്കെന്ന് പറഞ്ഞാൽ അവന്റെ നജ്ദ് എന്ന് പറഞ്ഞാൽ അത് ഇറാഖും അതിന് ചുറ്റുവട്ടവുമാണ് എന്ന് ഇമാം മുസ്ലിമിന്റെ ഷറഹിൽ നവവിയുടെ ഷറഹിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു എന്ത്, ഇതുകൊണ്ട് ഉദ്ദേശം ഇറാഖാണ്. ആ ഇറാഖിലുണ്ടാകുന്ന ഫിത്നകളും അവിടുത്തെ കലഹങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ആ ദൂരവ്യാപകമായ വലിയ വലിയ വിഷയങ്ങളുമാണ്. എന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചെയ്ത ഖബർ പൊളിച്ചു കളയുക, ശിർക്കിനെ നിർമാർജനം ചെയ്യുക, ബിദഅത്തുകളെ ഇല്ലായ്മ ചെയ്യുക എന്ന ആശയത്തോട് എതിർക്കുന്ന ആളുകൾ അവർ മാത്രമാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, ഈ നജ്ദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിച്ച സ്ഥലമാണ്, അത് ശൈത്താന്റെ കൊമ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതല്ലാണ്ട് ആ നിലക്ക് സത്യസന്ധമായി സംസാരിച്ച പണ്ഡിതന്മാരാരും അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. എന്റെ ഭാഗമായിട്ടുള്ള ഉണ്ടോ? ചോദ്യം ഉണ്ടോ? മൂപ്പര് ചോദിച്ചോട്ടെ, ചോദിച്ചോളി. എല്ലാ നമസ്കാരത്തിലും ഫാത്തിഹ ഓതിയിട്ട് ഇമാം ഫാത്തിഹ ഓതിയിട്ട് കോമുകൾ ആമീൻ പറയുന്നുണ്ട്. അസർ നമസ്കാരത്തിനും ദുഹർ നമസ്കാരത്തിനും ഇത് ചെയ്ത് കാണുന്നില്ല. എന്തിനാണ്? പകൽ നിസ്കാരങ്ങളിൽ പകൽ നിസ്കാരം, അത് ഉച്ച നിസ്കാരവും ദുഹർ നിസ്കാരവും അസർ നിസ്കാരത്തിനും ഈ സംഗതി നടക്കുന്നില്ല. ഒച്ചയിട്ട് സൈലന്റ് ആയിട്ട് പോകുന്നത്, അതിന് കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ ഞാൻ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ നമസ്കാരം വിശദീകരിക്കപ്പെട്ട ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ പ്രവാചകൻ രാത്രിയിലുള്ള അഥവാ മഗ്രിബ്, ഇശാ, സുബഹി നമസ്കാരങ്ങളിലാണ് ഉറക്കെ പാരായണം ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ തന്നെയും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ആദ്യത്തെ 2 റക്അത്തുകൾ മാത്രമാണ് ഉറക്കെ ഓതുന്നത്. 3ാമത്തെ റക്അത്തിൽ മഗ്രിബിലും ഉറക്കെ ഓതുന്നില്ല. ഇശാ നമസ്കാരത്തിലെ അവസാനത്തെ 2 റക്അത്തുകളിൽ നമ്മൾ ഉറക്കെ ഓതുന്നില്ല. എന്തുകൊണ്ട് ഉറക്കെ ഓതുന്നില്ല എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ റക്അത്തിൽ ഓതിയ അതേ ഫാത്തിഹ തന്നെയാണ് നമ്മളുടെ 3ാമത്തെ റക്അത്തിലും 4ാമത്തെ റക്അത്തിലും ഓതുന്നത്. എന്തുകൊണ്ട് ഉറക്കെ ഓതുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ഓതിയിട്ടില്ല. അതിന്റെ ഹിക്മത്ത് വല്ലാഹു അലം നമുക്കറിയില്ല. പ്രവാചകൻ ഞാൻ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണമെന്ന് നമ്മോട് കൽപ്പിച്ചതുകൊണ്ട് ഇബാദത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഒരു ഖിയാസ് അഥവാ അവിടെ ഉറക്കോതുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ഉറക്കോതിക്കൂടെ എന്ന് നമുക്ക് ചോദിക്കാൻ നിർവാഹമില്ല. പ്രവാചകൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ നമ്മൾ നിർവഹിക്കലാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. അതാണ് പ്രവാചകനെ പിൻപറ്റാൻ നമുക്ക് ഏറ്റവും നല്ലത്. ഒരു സഹോദരൻ ചോദിച്ചൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായിരുന്നു, ഇസ്ലാമിലേക്കായിരുന്നു ക്ഷണിച്ചിരുന്നത്. ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഷിയ, സുന്നി, മുജാഹിദ്, ഖാദിയാനി, തബ്ലീഗ്, തരീഖത്ത്, സൂഫിസം എന്നിങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. ഇസ്ലാമിൽ കക്ഷിത്വം പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനുള്ള വിശദീകരണം എന്താണ്? സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണിത്. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം മാത്രം പറയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇരുന്നപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്,
എന്താണ് ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ വനബിയുഹാ വാഹിദ് വഖിബ്ലതുഹാ വാഹിദ വകിതാബുഹാ വാഹിദ്. ഒരു വേദഗ്രന്ഥത്തെ അംഗീകരിക്കുന്ന, ഒരു പ്രവാചകനെ അംഗീകരിക്കുന്ന, ഒരു ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഈ മുസ്ലിം ഉമ്മത്തിൽ എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക? കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. സതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു റസൂലുള്ള പറഞ്ഞു. വലാ യസാലൂന മുഖ്തലിഫീൻ, അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഖുർആനിലും അല്ലാഹ് പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക? ഉണ്ടാകുന്ന ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് വ്യക്തമാണ്. എങ്ങനെ ഉണ്ടാകും? അദ്ദേഹത്തിന് ചിന്തിച്ചിട്ടൊരു ഉത്തരം കൃത്യമായി കിട്ടിയില്ല. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ആളെ പറഞ്ഞയച്ചു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. യാ അമീറുൽ മുഅ്മിനീൻ, ഓ വിശ്വാസികളുടെ നേതാവേ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ റസൂലുള്ളാഹിന്റെ സമൂഹം, റസൂലുള്ളാഹിന്റെ സഹാബത്ത്, ആ സഹാബത്തിനിടയിലേക്കാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയത്. അപ്പൊ വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തെടുത്താലും അത് ഇന്ന വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്, ഇന്ന ആളുകളെ കുറിച്ച് ഇറങ്ങിയ ആയത്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷേ നമ്മുടെ കാലശേഷം കുറച്ച് ആളുകളോട് വരും. അവർ യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതും. പക്ഷെ വലാ യദ്റൂന ഫീ മനസൽ, ഏത് വിഷയത്തിലാണ് ഇന്ന ആയത്തിറങ്ങിയതെന്ന് അവർക്കറിയില്ല. അങ്ങനെ അറിയാതെ വരുമ്പോ അവർക്ക് ആ ആയത്തിന്റെ വിഷയത്തിൽ ഒരു അഭിപ്രായം ഉണ്ടാകും, വേറെ ആളുകൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും. അപ്പൊ ഒരേ ആയത്തിന്റെ വിഷയത്തിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഖ്തിലാഫാകും, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ സാധാരണക്കാർ പറയാനുണ്ടല്ലോ സുന്നിണ്ട്, മുജാഹിദുണ്ട്, ജമാഅത്തുണ്ട്. ഇതിൽ സഹോദരൻ ഖാദിയാനിയെ ഉൾപ്പെടുത്തിയ ശരിയല്ല. കാരണം ഖാദിയാനി മുസ്ലിം അല്ല. ഖാദിയാനി ഇസ്ലാമെന്ന് പുറത്തുള്ള കാഫിർ ആയ കക്ഷികളാണ്. സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഇതുണ്ട്. അപ്പോ സുന്നിണ്ട്, മുജാഹിദുണ്ട്, ജമാഅത്തുണ്ട്, തബ്ലീഗുണ്ട്, എല്ലാവരും ഖുർആനാ ഓതുന്നത്. എല്ലാവരും പറയണത് ഞങ്ങളാണ് ശരി എന്നാണ്. നമ്മൾ സാധാരണക്കാരെന്താ ചെയ്യുക? സാധാരണക്കാരൊന്നും ചെയ്യാറില്ല. നിങ്ങളൊന്നും മനസ്സിലാക്കിയാൽ മതി. ഏത് ആളുകൾ ഖുർആൻ ഓതുകയാണെങ്കിലും, അതേത് പാർട്ടിക്കാർ ഓതാണെങ്കിലും, ഈ ഖുർആൻ ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കൊടുത്തപ്പോൾ ആ പ്രവാചകന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഓഡിയൻസ് ആയ റസൂലുള്ളാഹിന്റെ സഹാബത്ത്, ആ പ്രവാചകന്റെ സഹാബത്ത് ഇത് എങ്ങനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടു, ആ സഹാബത്തിന് താബീങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, തബഅ താബീങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, അവർ ഈ ആയത്തിന് കൊടുത്ത അർത്ഥം എന്താണ് എന്ന് ആര് വിശദീകരിക്കുന്നുണ്ടോ നോക്കിയാൽ മതി. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി തെളിവുണ്ടോ എന്ന് കൊട്ടപ്പുറത്ത് വെച്ച് സംവാദത്തിൽ മുജാഹിദ് പക്ഷത്തിന് ചോദിച്ചപ്പോ, ഉണ്ട് മൗലവി, ഉണ്ട്, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആൻ തെളിവുണ്ട് എന്ന് പറഞ്ഞ് ഓതി ആയത്താണ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ എന്ന ആയത്ത്. ആയത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? വസ്അൽ, നീ ചോദിച്ചു നോക്കൂ, മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിനാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കൂ നബിയേ എന്നാണ്. ആയത്തിന്റെ പകുതിയാണ് ആയത്തിന് നേർക്കുനേരുള്ള അർത്ഥം അതാണ്. അപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞ എന്താ? റസൂലുള്ളാഹിക്ക് മുമ്പുള്ള നബിമാരൊക്കെ മരിച്ചുപോയല്ലോ. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമാണ് ഇതിൽ അപവാദമുള്ളത്. ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും മരണപ്പെട്ടു പോയി. അപ്പൊ മരിച്ച നബിമാരോട് ചോദിക്കാൻ തന്നെയല്ലേ അള്ളാഹ് പറയണത്? അപ്പൊ മരിച്ചവരോട് ചോദിക്കാൻ ഖുർആൻ തെളിവുണ്ടല്ലോ എന്ന് സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്താ ചിന്തിക്കേണ്ടത്? അങ്ങനെ ആയത്തിന് അർത്ഥം ഇല്ല എന്നാണോ പറയേണ്ടത്? ഒന്ന്, ആയത്തിന്റെ ബാക്കി ഒതിയാൽ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമാകും. രണ്ടാമത്തത്, ഈ ആയത്ത് റസൂലുള്ളാഹി സഹാബത്തിന് ഓതിക്കൊടുത്തല്ലോ, ഓതിക്കൊടുത്തു. ഈ പ്രവാചകൻ ഈ ആയത്ത് ഓതിക്കൊടുക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഈ ആയത്തിന് എന്ത് മനസ്സിലാക്കി, റസൂലുള്ളാഹി എന്ത് മനസ്സിലാക്കി, അതിന് തഫ്സീർ നോക്കിയാൽ കാണാൻ കഴിയും. അതാ നമ്മൾ പറഞ്ഞു, മുജാഹിദീങ്ങള് ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അവർ സ്വന്തമായി അർത്ഥം പറയാറില്ല. അങ്ങനെ ചില ആളുകൾ പറയും മുജാഹിദീങ്ങൾ കിതാബ് ഓതൂല, ഒരു ബുക്ക് വായിച്ച് പറയാന്ന.
ബുക്കിന്റെ അറബിയാണ് കിതാബ് എന്നുള്ളത്. സാധാരണ പിന്നെ മുജാഹിദുകൾ ഉദ്ധരിക്കുന്ന ഏത് ആയത്താണെങ്കിലും അള്ളാഹു ഇല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ആയത്തോതും അത് മുജാഹിദുകൾ കണ്ടെത്ത ആശയമല്ല, ലോകത്ത് 14 നൂറ്റാണ്ടായി നടന്നു വരുന്ന ആശയമാണത്. ഇപ്പൊ ഈ ആയത്ത് അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തെളിവുദ്ധരിക്കുമ്പോൾ നമ്മളെന്താ, ഞാൻ സുന്നിയാണ് മുജാഹിദാണ് എല്ലാവരും പറഞ്ഞ ഖുർആൻ ഓതുകയാണ്, അതുകൊണ്ട് ഞാനെന്താ ചെയ്യുക എന്ന് ബേജാറായി നിൽക്കല്ല. നിങ്ങൾ അന്വേഷിക്കണം, ഈ ആയത്ത് വിശദീകരിച്ച് ലോകത്ത് മുഫസ്സിറുകളുണ്ടല്ലോ, റസൂലുള്ളാഹിന്റെ സഹാബത്തുണ്ടല്ലോ, താബീങ്ങളുണ്ടല്ലോ, തബാത്ത്, അവർക്കൊന്നും കിട്ടാത്ത നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അവർക്കൊക്കെ കിട്ടിയിട്ടാണ് പിന്നെ നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതിൽ നിന്ന് അള്ളാഹു അല്ലാത്ത അമ്പിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട റസൂലുള്ളയാണ്. റസൂലുള്ള ഒരു മാതൃക കാണിച്ചു കൊടുക്കണം, സഹാബത്താണ്, സഹാബത്ത് മാതൃക കാണിച്ചു തരണം. 2 വിശദീകരണം മാത്രമേ ആയത്തിന് വിശദീകരണം നമുക്ക് കിട്ടുള്ളൂ. ഒന്ന് വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക റസൂല എന്ന് പറഞ്ഞാൽ അത് ഏതുപോലെയാണ്, വസ്അലിൽ ഖറിയ, ആ ഗ്രാമത്തോട് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞതുപോലെ ആ ഗ്രാമവാസികളോട് ചോദിച്ചു നോക്കുക. അതുപോലെ ഇവിടെ അമ്പിയാക്കന്മാരോട് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരോട് നേരിട്ട് ചോദിക്കാനല്ല, നേരെ മറിച്ച് അമ്പിയാക്കന്മാരുടെ സമുദായം ഇവിടെ ജീവിച്ചിരിക്കുന്ന അതിന്റെ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്, അവരോട് ചോദിച്ചു നോക്കൂ. ഇതാണ് സഹാബത്തും താബീങ്ങളും മനസ്സിലാക്കി ഒന്നാമത്തെ വിശദീകരണം. അപ്പൊ റസൂലുള്ളാഹി അമ്പിയാക്കന്മാരോട് ചോദിക്കാന്ന് പറഞ്ഞാൽ നേരിട്ട് അവരോട് പോയി നബിയെ എന്താണ്, അല്ലെങ്കിൽ മുസാ നബി എന്താ നിങ്ങളുടെ അവസ്ഥ, എന്താണ് നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്ത ആളുകൾ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞിരുന്ന മുസാ നബിയെ എന്ന് ചോദിക്കാനില്ല. മുസാ നബിയുടെ അനുയായികൾ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, സത്യസന്ധരായ അവരിൽപ്പെട്ട പണ്ഡിതന്മാരുണ്ടാകും. രണ്ടാമത്തെ വിശദീകരണം, റസൂൽ മിഅ്റാജിന് പോയി, ഇസ്രാ കഴിഞ്ഞും അവിടെ ബൈത്തുൽ മഖ്ദിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമ്പിയാക്കന്മാരെ മുഴുവനും ഒരു മുഅ്ജിസത്തായിക്കൊണ്ട് അള്ളാഹു ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. എന്നിട്ട് റസൂൽ അവർക്ക് ഇമാമായി നിസ്കരിച്ചതിന് ശേഷം അള്ളാഹ് പറഞ്ഞു വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക, എല്ലാ നബിമാരും ഇവിടെ ഉണ്ട്, ഹാജറുണ്ട്, വേണമെങ്കിൽ ചോദിച്ചു നോക്കിക്കോളൂ. പക്ഷെ ഹദീസിൽ കാണുന്ന നബി അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഈ ആയത്ത് കേട്ടിട്ട് അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരും ആയത്തല്ലേ ഓതുന്നത് എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഖാദിയാനികൾ ആയത്ത് ഓതാറുണ്ട്. റസൂലുള്ളാഹിക്ക് ശേഷം ഇനിയും പ്രവാചകൻ വരും, ഖാത്തമുൻ നബിയീൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനത്തെ നബിയാണ് എന്ന് പറയാൻ വേണ്ടി അള്ളാഹ് ഇറക്കിയ ആയത്ത് റസൂലുള്ളാഹി അവസാനത്തെ നബി അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആയത്ത് ഓതുന്നു. അപ്പൊ അത് ആയത്തല്ലേ എന്ന് വിചാരിച്ചൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഈ ആയത്ത് വിശദീകരിച്ച് റസൂലുള്ളാഹി എന്ത് പറഞ്ഞു നോക്കിയാൽ മതി. അപ്പൊ അള്ളാഹു അല്ലാത്ത ആളുകളെ ആര് വിളിച്ച് അങ്ങനെയാണ് കക്ഷികളുണ്ടായത്. അപ്പൊ ഇവിടെ സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും എല്ലാവരും ആയത്ത് ഓതുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, സലഫികൾ ഓതുന്ന ആയത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ആ സലഫികൾ ഓതുമ്പോൾ അവർ സ്വന്തമായി വ്യാഖ്യാനം പറയുന്നതല്ല, സഹാബത്തും താബീകളും പറഞ്ഞ വ്യാഖ്യാനാണ് അവർ പറയാ. എന്നാൽ അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവ് ധരിക്കുന്ന ആളുകൾക്ക് ഒരൊറ്റ തഫ്സീറിലും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബിദിനാഘോഷവുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ ഈ അടുത്ത് നടന്ന സംവാദമുണ്ട്. അത് നമ്മൾ ചോദിച്ചു, അള്ളാഹു പ്രവാചകന്റെ നബിദിനാഘോഷിക്ക വബിദാലിക ഫൽയഫ്റഹു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുന്നു ഖുർആനിലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു, ആ ആയത്ത് വിശദീകരിച്ച് ലോകത്ത് ഏതെങ്കിലും ഒരു മുഫസ്സിർ 14 നൂറ്റാണ്ടിന് പ്രായമുള്ള ഈ സമുദായത്തിൽ ഏതെങ്കിലും മുഫസ്സിർ ഉണ്ടോ ചോദിച്ചിട്ട് അവർ മറുപടിയും തരും, അതിനിപ്പോ എന്താ മുഫസ്സിറിന്റെ ആവശ്യം, ആയത്ത് തന്നെ വ്യക്തല്ലേ എന്നാ. ആ മുസ്ലിയാർക്ക് മുഫസ്സിറിൽ ലോകത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് സലഫികളുടെ പ്രത്യേകത. അതുകൊണ്ട് ആയത്തും ഹദീസും ആരും ഓതുന്നില്ല, ആയത്തും ഹദീസും ഓതിക്കഴിഞ്ഞ് അവർ നൽകിയ വിശദീകരണം ലോകത്ത് ആര് പറഞ്ഞിട്ടുണ്ടോ, നബി കൊടുത്തിട്ടുണ്ടോ, സഹാബത്ത് കൊടുത്തിട്ടുണ്ടോ, താബികൾ കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, എല്ലാ മുസ്ലിമീങ്ങളും ഒന്നാവും. പക്ഷെ സ്വന്തം സ്വാർത്ഥതയും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങനെ ഭിന്നിച്ചു പോവുകയാണ്. അത് അള്ളാഹ് പറഞ്ഞതാണ്, വലാ യസാലൂന മുഖ്തലിഫീൻ, അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഭിന്നിപ്പിന് നമ്മൾ ബേജാറായിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എടുക്കുന്ന നിലപാട് റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ നിലപാടാണ് നോക്കിയാൽ മതി. അതാണ് നമ്മുടെ പരലോകം ഉണ്ടാവും. ഒരുപാട് കക്ഷിയുണ്ട്, ഇനി ഞാൻ ഒരു കക്ഷിയിലും ഞാൻ പെരി കുത്തിരിക്കാന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞതാണ് ഭിന്നിപ്പുണ്ടാകും. ഭിന്നിപ്പുണ്ടാകുമ്പോൾ അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, വസുന്നത്തിൽ ഖുലഫാ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ ഖുലഫാ റാഷിദിന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, വഅല്ലു അലൈഹ ബിൻ നവാജിദ്, അതിനെ അണപ്പല്ല് കൊണ്ട് മുറുക്കി പിടിക്കുക, ഒരു ലൂസാക്കാനും പാടില്ല. അതാണ് നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡം. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഖാമുഖത്തിന്റെ അവസാനത്തെ ചോദ്യം, അതിനുള്ള മറുപടി ഫضل കുമരി പറയും. അസ്സലാമു അലൈക്കും.
ഒരു ചോദ്യം ഒരു സുഹൃത്ത് തന്നാണ്. മുജാഹിദ് ബാലശ്ശേരി മറുപടി പറയണമെന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. 1000 കിതാബുകൾ മനഃപ്പാടമാക്കിയാലും തരീക്കത്തിൽ ഒരു ഷെയ്ഖിനെ ബയ്യത്ത് ചെയ്തില്ലെങ്കിൽ വിജയമില്ല എന്ന് ഇമാം ഷഹറാനി പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മുജാഹിദ് ബാലശ്ശേരി വ്യക്തമാക്കണമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഒരു സുഹൃത്ത് ഈ ചോദ്യം ഏൽപ്പിച്ചിരിക്കുന്നത്. സഹോദരന്മാരെ, അത് ഇൻഷാ അല്ലാഹ് അവിടെ വിവരിക്കും. എന്താണോ നമുക്ക് ദീനിയായി കിട്ടേണ്ടത് അത് ഇൻഷാ അല്ലാഹ് ഞങ്ങളിൽ ആരെങ്കിലും പറയും. ഞാനുമായി ബന്ധപ്പെട്ട് നേരിട്ട് കിട്ടിയിട്ടുള്ള ചോദ്യത്തിന് ഒരു ചോദ്യം ഒന്നല്ല 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നില്ല, കാരണം അത് ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു. അവരാരും ചോദിക്കാൻ കാണാത്തത് കൊണ്ട് അത് പറയുന്നില്ല. ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി സുന്നി മദ്രസയിൽ പോകുന്ന കുട്ടികളുടെ കഴുത്തു പിടിച്ച് ഞെരിച്ചു കൊല്ലണം എന്ന് ഒരു ക്ലിപ്പ് കേൾക്കുകയുണ്ടായി. സത്യാവസ്ഥ എന്താണ്? ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാണ് ഈ ഒരു ചോദ്യം വരണമെന്ന്. കാരണം എന്താന്ന് വെച്ചാല് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കേരളത്തിൽ വ്യാപകമായി ഒരു സഖാഫി, അതായത് ഒരു ക്ലിപ്പ്, ആദ്യം ഇടുന്ന ക്ലിപ്പ് എന്താ വെച്ചാല് IS നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, IS ആളുകളെ തല അറക്കുന്ന ഒരു ക്ലിപ്പ് ഇടും. മുലിയർ മമ്പാട് സഖാഫി, അബ്ദുൽ വഹാബ് സഖാഫി എന്ന് പറയുന്ന ആ സഖാഫി എന്താ ചെയ്യണമെന്ന് വെച്ചാല് IS ആളുകളെ കൊല്ലുന്ന കഴുത്തറക്കുന്ന പിക്ചർ ഇട്ട് ജനങ്ങളെ കാണിക്കും, സദസ്സിനെ. എന്നൊരു പറയാണ് കേരളത്തിൽ ISISന്റെ ലീഡർ മുജാഹിദ് ബാലുശ്ശേരിയാണ്, ഇതാ കണ്ടോളൂ അദ്ദേഹത്തിന്റെ ക്ലിപ്പ്. കുട്ടികളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ ISISന്റെ ലീഡർ മുജാഹിദ് ബാലുശ്ശേരിയാണ്. സത്യത്തിൽ ഞാൻ അയാളെ ഈ ക്ലിപ്പിടുന്ന പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എന്നെ വിളിച്ചപ്പോ എനിക്ക് ഒറ്റ ദുഃഖേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്റെ ക്ലിപ്പിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതല്ല. ആഖിറത്തിൽ ഈ തലപ്പാവ് ധരിച്ച, അല്പമാണെങ്കിലും ചെറിയൊരു താടിയും വെച്ച, നരയാണിയുടെ മുകളിൽ തുണിയുടുത്ത ഈ പണ്ഡിതൻ അള്ളാന്റെ കോടതിയിൽ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച്. കാരണം ISIS കഴുത്തറുത്തു, അർത്ഥതാണ് അവര്. മുസ്ലിങ്ങളെ തന്നെയാണ് അവർ കഴുത്തറുത്ത്. അത് ഒറിജിനലായിട്ട് നടന്നാണ് ലോകത്ത്. മുജാഹിദ് ബാലുശ്ശേരി കൊന്ന ഒരു കുട്ടിയുടെ പേരിലും എനിക്കെതിരെ പോലീസ് കേസുണ്ടോ? AP സുന്നികളുടെ മദ്രസയിലെ ഇന്ന കുട്ടികളെ മുജാഹിദ് ബാലുശ്ശേരി മെനയാന്ന് കഴുത്തറുത്ത് കൊന്നു ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ സംഭവം? അതെല്ലാരും അറിയണം. ഇത് ക്ലിപ്പായിട്ട് അവര് നെറ്റിൽ കൊടുക്കണേ, നിങ്ങൾ മറുപടിയായിട്ട് പറയും വേണം. ഇതൊരു ക്ലിപ്പായിട്ട് നിങ്ങൾ കൊടുക്കണം. കാരണം ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട്. എന്താ സംഭവം എന്നറിയോ നിങ്ങള്? പുത്തനത്താണിയിലായിരുന്നു ഞാൻ ഒരു 4 കൊല്ലം താമസിച്ചിരുന്നത്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ അടുത്തുള്ള, ഞാൻ അങ്ങനെ പറയുന്നത് ദ്വീപിൽ നിന്ന് ആര്യവൈദ്യശാല അവിടെ വന്നിട്ട് ചികിത്സിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അറിയാം ഈ പുത്തനത്താണി എന്ന് പറയുന്ന സ്ഥലം, തിരൂരിനടുത്ത സ്ഥലം. അപ്പൊ അതിന്റെ തൊട്ടടുത്താണ് വളാഞ്ചേരിയിലെ അത്തിപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പ്രസംഗം നടക്കുകയാണ്, എന്റെ ഒരു പ്രസംഗം നടക്കുകയാണ്. ആ പ്രസംഗം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ചിന്താപരമായി പരിവർത്തനം ഉണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒരു ഉസ്താദ് ആ സദസ്സിനെ അലങ്കോലപ്പെടുത്തി എന്റെ മുണ്ട് വരെ അദ്ദേഹം പിടിച്ച് ഉരിഞ്ഞു കളഞ്ഞു. അങ്ങനെ വലിയ അടിയൊക്കെ ഉണ്ടായി. വലിയൊരു അടിയൊക്കെ നടന്നപ്പോൾ SI പോലീസുകാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും, നിങ്ങൾ വണ്ടി കയറിക്കോളൂ, അവരാരും നിങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ അതിന് നേതൃത്വം നൽകിയ, അതായത് അടിക്ക് നേതൃത്വം നൽകിയ AP സുന്നിക്കാരനായ സഖാഫിയെ, മുസ്ലിയാരെ പോലീസ് എന്ത് ചെയ്തു? കുറ്റവാളിയായിട്ട് എന്റെ കൂടെ തന്നെ ജീപ്പിൽ കയറ്റി. എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഒക്കെ നിങ്ങൾക്ക് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഒക്കെ കിട്ടും. അയാളും ഞാനും ഒരേ വണ്ടിയിൽ. അപ്പൊ അയാൾ ഇങ്ങനെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ മൊയ്ലിയാര് ജീപ്പിൽ SI ഒക്കെ ഉണ്ട്, പോലീസുകാരൊക്കെ ഉണ്ട്. ഇയാൾ തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുക. അക്കൂട്ടത്തിൽ അയാൾ പറഞ്ഞു, ഞങ്ങളുടെ ഉസ്താദ് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ കേരളത്തിലെ ഭരണാധികാരികൾ അധികാരത്തിലേറി, ഞങ്ങളുടെ ഉസ്താദ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ പോലീസുകാരൻ ഉണ്ടായിരിക്കണം അവിടെ എന്ന് പറഞ്ഞ ഈ സഖാഫിനോട്. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോ അവിടെ ഉണ്ടായ സംഭവമാണ് പറയുന്നത്. കണ്ണ് കാണുന്ന പോലെ കാണുക. എനിക്കൊരു കസേര ഇട്ടെന്ന് SI, സർ നിങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു കസേരയിൽ മൊയ്ലിയാർ ഇരിക്കാൻ നോക്കിയപ്പോ SI ആ കസാര കൊട്ട തട്ടാട്ട് കൊടുത്തു. മൊയ്ലിയാർ ചന്തി കുത്തി അവിടെ വീണ്. അനക്ക് ഇരിക്കാനുള്ള അല്ല കസാര, ഇത് മനുഷ്യന്മാർക്ക് ഇരിക്കാനുള്ളതാണ്. SI പറയാണ് ഈ മൊയ്ലിയാരോട്. അപ്പോ ഈ ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് മുസ്ലിയാരോട് SI ചോദിച്ച്, നിങ്ങളുടെ പേരെന്താണ്? എന്നതാണ്.
നിങ്ങൾ എവിടെയാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഇയാൾ പറയാണ്, ഈ മൊയ്ലിയാർ പറയാണ്, പുത്തനത്താണിയിലെ AP സുന്നികളുടെ 10ാം ക്ലാസ് വരെയുള്ള മദ്രസയിലെ അധ്യാപകനാണ് അയാൾ എന്നാ പറയുന്നത്. അപ്പൊ SI ചോദിച്ചു, അപ്പൊ നീ വളർത്തുന്ന ഈ കുട്ടികളൊക്കെ തെമ്മാടികളായിരിക്കുമല്ലോ, കാരണം അന്നെപ്പോലത്തെ ഒരു മനുഷ്യനാണല്ലോ അവിടെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ മൊയ്ലിയാരോട് എന്താ പറഞ്ഞു, മൊയ്ലിയാരെ, സത്യത്തിൽ നിങ്ങൾ പഠിപ്പിക്കണ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണേക്കാൾ നല്ലത് അവരുടെ രക്ഷിതാക്കള് അവരെ കൈകൊണ്ട് മക്കളെ അങ്ങ് കൊല്ലല. കാരണം നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുമ്പോൾ ഒരു മിനി ചട്ടമ്പി കൊട്ടേഷൻ പാർട്ടിയാണ് പുറത്തിറങ്ങുക. അത് വലിയ ഈ സംഭവം നടന്നിട്ട് അതിനൊരു വിശദീകരണ പരിപാടി നടന്നപ്പോ ആ നാട്ടിൽ ഈ ഉള്ളവൻ എന്തു പറഞ്ഞു, പ്രിയപ്പെട്ട സുന്നികളെ, നിങ്ങൾ ഈ മൊയ്ലിയാർ പഠിപ്പിക്കണ മദ്രസയിൽ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ സത്യത്തിൽ അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങളെ മക്കളെ കൊന്നുകളാണ്. ഇതൊരു പ്രയോഗമാണ്, മലയാളത്തിൽ ഒരു പ്രയോഗമാണ്. ഞാൻ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ മകന്റെ ഭാര്യ, അവർക്ക് നമ്മുടെ മകനൊരു കുട്ടിയുണ്ടായി. ഇത് നല്ലോണം ഞാൻ പല സ്ഥലത്തും വിവരിച്ചാണ്. ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടി വളർന്നിങ്ങനെ വലുതാവുമ്പോൾ ഈ കുട്ടിയുടെ ഉമ്മ, അതായത് മകന്റെ ഭാര്യ, ഈ കുഞ്ഞിനെ തല്ലുമ്പോൾ ചിലപ്പോൾ മകന്റെ ഉമ്മ പറയും, നീ അവനെ ചുട്ടങ്ങ് തിന്നുകളീൻ, ഓനെ ചുട്ടങ്ങ് തിന്നോ. അത് ഈ കുഞ്ഞിനോടുള്ള മാതാവിന്റെ സ്നേഹ, ഓനെ ചുടാനല്ല, അത് അവളോടുള്ള ദേഷ്യം പറയാണ്. ഈ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതിന് പകരം നീ ചുട്ടു തിന്നോ എന്നുള്ളത് പ്രയോഗമാണ്. അതുപോലെ ജാഹിദ് ബാലുശ്ശേരി എന്താ AP സുന്നികളെ മദ്രസയിലെ കുട്ടികളെ കൊല്ലണം എന്നല്ല പറഞ്ഞു, മറിച്ച് ഈ മൊയ്ലിയാരെ എടുത്ത് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ആ കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല. അതുകൊണ്ട് ആ മക്കൾ മൊയ്ലിയാർ പഠിപ്പിച്ചാൽ ചിലപ്പോൾ നാളെ നരകത്തിലാ പോവുക. അതുകൊണ്ട് കുഞ്ഞുനാളിൽ നിങ്ങളെ കൈകൊണ്ട് തന്നെ അങ്ങ് മുരണ്ടിക്കളാ, ആ മൊയ്ലിയാർ പഠിപ്പിക്കണ്ട. ഇത് ഒരു പെർട്ടിക്കുലർ സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. അത് കുട്ടികളെ തലമുരുണ്ടാനോ കൊല്ലാനോ അല്ല. മുസ്ലിയാർ പഠിപ്പിക്കണം. മുസ്ലിയാരുടെ ആ സ്വഭാവം അവിടെ ഞങ്ങൾ കണ്ടു. SI കണ്ടു, പോലീസ് കണ്ടു, നാട്ടുകാരെ കണ്ടു, എല്ലാവരും അയാളെ വെറുത്തു. അയാൾ മാത്രമല്ല 10ാം ക്ലാസ് പഠിപ്പിക്കുന്ന സദർ മുദരിസാന്ന് അയാൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ പഠിപ്പിക്കുന്ന കുട്ടികൾ കേടുവരും. അതുകൊണ്ട് സമസ്തക്കാരെ, ദയവ് ചെയ്ത് അയാളെ എടുത്ത് കുട്ടികളെ വിടുന്നതിനേക്കാൾ നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കൊല്ലുന്നതാണ്. അതൊരു പ്രയോഗമാണ്. ബുദ്ധിയും കഥയും ഉള്ളവർക്ക് തിരിയും. സഖാഫിമാർക്ക് അത് രണ്ടുമില്ലാത്തത് കൊണ്ട് ഓർക്കത് തിരിഞ്ഞുകൊള്ളണമെന്നില്ല. വസ്തുത അതാണ്. അത് ശരിക്കും മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ആരും ഒരു കുട്ടികളെ ഇന്നുവരെ കൊല്ലാനോ തല്ലാനോ ഒന്നും പോയിട്ടില്ല. സ്റ്റേജിൽ കയറി തല്ലിയതും കൊന്നതും ഒക്കെ അവരാണ്. AP സുന്നികൾ EK സുന്നികളെ കൊന്നു. EK സുന്നി പെട്ടോനെ കമ്പി അടിച്ച് തലയെ കയറ്റിയിട്ട് കൊന്നു. ആ കേസ് ഇപ്പോഴും കൽപ്പറ്റയിലുണ്ട്. എന്താ പ്രശ്നം? AP സുന്നികള് ബലിപെരുന്നാൾ ദിനത്തിൽ ഉദ്ഹിയ്യത്ത് അറക്കുന്നതിന് പകരം അവിടുത്തെ EK സുന്നിനെ കൊന്നു, കമ്പി അടിച്ച് തലയെ കയറ്റിയിട്ട്. മതിലകത്തെ അമുസ്ലിങ്ങളായ 5 പേരെ AP സഖാഫിമാര് കൊന്നു. ഇതൊക്കെ പത്രത്തിൽ വന്ന വാർത്തകളാണ്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പ്രബോധകനും വേറൊരു വിഭാഗത്തിൽ ആരെയും കൊന്നിട്ടില്ല, തല്ലിയിട്ടില്ല, വടിവാളെടുത്തിട്ടില്ല. ചേകന്നൂർ മൗലവിനെ ആരാ മുക്കിയത്? എല്ലാവർക്കും അറിയാം. ആ പണി, കൊല്ലലും തല്ലലും ടൈഗർ സുന്നിയൊക്കെ അത് നിങ്ങളുടെ പണിയാണ്. ഒരു സുന്നി മദ്രസയിൽ ഒരു കുട്ടിയെയും കൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതൊരു പ്രയോഗമാണ്. ആ പ്രയോഗം ബുദ്ധിയുള്ളവർക്ക് ചിരിയും. അതാണ് ആ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കലാംക, നിങ്ങൾ എന്താ ചോദ്യത്തിൽ ആര് പറഞ്ഞു എന്ന് പറഞ്ഞു? ഷാറാമി അല്ല, ബൈഅത്ത് ചെയ്യണമെന്ന് ആര് പറഞ്ഞു എന്നാ പറഞ്ഞത്? ഷാറാവി. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചോദ്യം വന്നത് ഷാറാനി എന്നാണോ ഷാറാവി എന്നാണോ എന്ന് കൃത്യമായില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. രണ്ടും പണ്ഡിതന്മാർ ഇമാം ഷാറാനി. ഷാറാവി ഹിജറ 5ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ് ഇമാം ഷാറാവി. ഷാഫി മദ്ഹബുകാരനാണ്. അപ്പോ മാലിക് മദ്ഹബാണ്, ഷാഫി മദ്ഹബാണ്. ഷാഫി മദ്ഹബിൽ ജീവിച്ച ഒരു 5ാം നൂറ്റാണ്ടുകാരനായ പണ്ഡിതനാണെന്ത് ഇമാം ഷാറാവി. ഇനി 5ാം നൂറ്റാണ്ട് എന്നല്ല 4ാം നൂറ്റാണ്ട് തന്നെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഇമാമിൽ ബൈഅത്ത് ചെയ്തിട്ട് ആ ഇമാമിന്റെ കൂടെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ത്വരീഖത്തിൽ നിലകൊള്ളുക എന്ന ഒരു വ്യവസ്ഥ ഇസ്ലാമിലില്ല. ഇപ്പൊ ഒരു ചോദ്യം അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ചോദ്യം അവസാനം വെച്ച് പറയാമെന്ന് വിചാരിച്ചാണ്. ഏതെങ്കിലും ഒരു ത്വരീഖത്തിൽ മെമ്പർ ആകണമെന്ന് ഈ ദ്വീപുകാർക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഏത് ത്വരീഖത്തിലാണ് ചേരേണ്ടത് എന്നാണ്.
നമുക്ക് ചേരാൻ പറ്റിയൊരു ത്വരീഖത്തുണ്ട്, ത്വരീഖത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. ഇങ്ങനെയാണല്ലോ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാ എന്റെ മാർഗം. ഈ മാർഗത്തിന്റെ പ്രത്യേകത എന്താണ്? അത് മുസ്തഖീമാണ്. അതിൽ വളവില്ല, അതിൽ ചെരിവില്ല, അതിൽ വക്രതയില്ല. ഋജുവായ ചൊവ്വായ മുസ്തഖീമായ പാത. അത് സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. ഈ ത്വരീഖത്തുകളും മറ്റുമെല്ലാം കടന്നു വരുന്നത് നമ്മൾ വെറുതെ ത്വരീഖത്ത് വന്നതല്ല, അതിന് പിന്നിൽ കുറച്ച് കഥകളുണ്ട്. ഞാൻ വിശദമായി പറയുന്നില്ല, മുജാഹിദ് ബാലുശ്ശേരിക്ക് സംസാരിക്കേണ്ടതുണ്ട്. ത്വരീഖത്തുകളുടെ അടിസ്ഥാനം സൂഫിസമാണ്. സൂഫിസം പ്രചരിപ്പിക്കാനുള്ള വഴികളാണെന്ത് ത്വരീഖത്ത് എന്ന് പറയുന്നത്. സൂഫിസം ഒരു കാലഘട്ടത്തിൽ തുടക്കത്തിൽ കുറച്ചൊക്കെ നല്ല ആളുകളിലൂടെ കടന്നു വന്നതാണെങ്കിലും അതിലെ പിൽക്കാലത്ത് ചില ആശയങ്ങളും മറ്റുമെല്ലാം ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെയും സൂഫിസത്തിന്റെയും ഒരു മേഖലയിൽ ഒന്നിച്ചൊരു ഘട്ടമുണ്ടായിട്ടുണ്ട്. അതാണ് പിന്നെ ഇസ്ലാമിനെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പുതിയ വിശ്വാസങ്ങളും പുതിയ ആചാരങ്ങളുമായി പല പേരുകൾ രംഗത്ത് വന്നത്. ഈ ത്വരീഖത്തുകളിൽ 300-കൾക്ക് ശേഷമാണ് എല്ലാ ത്വരീഖത്തും കടന്നു വരുന്നത്. ഇപ്പൊ ഇവിടെ ജീലാനി ത്വരീഖത്തുണ്ട്, അതേപോലെ റിഫായി ത്വരീഖത്തുണ്ട്, നഖ്ശബന്ദിയ ത്വരീഖത്തുണ്ട്, ഷാദുലിയ ത്വരീഖത്തുണ്ട്, നൂറിയ ത്വരീഖത്തുണ്ട്, പലജായി ത്വരീഖത്തുകളുണ്ട്. ഈ ത്വരീഖത്തുകളിലൊക്കെ ഉള്ള എന്താ വെച്ചാൽ ഓരോ ഇമാമുമാരും ഓരോ ഷെയ്ഖന്മാർ, ആ ഷെയ്ഖന്മാരുടെ മുരീദുകളായിട്ട് കുറെ ആളുകൾ. എന്നിട്ട് ആ ഇമാമ് ഷെയ്ഖ് എന്തു പറയുന്നു അതേപോലെ പ്രവർത്തിക്കുക. അതിനപ്പുറങ്ങൾ ചിന്തിക്കാൻ പാടില്ല, അതിനപ്പുറം പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ ഇമാമുമാരുടെ ആ ഷെയ്ഖന്മാരുടെ കൂടെ നടക്കുന്ന ടീമായിട്ട് മാറുക. എന്നിട്ടോ ആ ഇമാമ് ആ ഷെയ്ഖ് ഉണ്ടാക്കുന്ന പുതിയ ദിക്റുകള്, പുതിയ ആചാരങ്ങള്, പുതിയ പിന്നെ ഇബാദത്തിന്റെ രൂപങ്ങള്, അതിലൊക്കെ ചില ത്വരീഖത്തുകൾ ഡാൻസ് ഉണ്ട്, ആട്ടമുണ്ട്, ദിക്ർ ചൊല്ലി ആടുന്ന ത്വരീഖത്തുകളുണ്ട്. ഇപ്പോ അംതൽ ഹാദി അംതൽ ഹഖു ലൈസൽ ഹാദി ഇല്ലാഹു റിഫായി റാത്തിബിൽ വരുന്ന അതിങ്ങനെ അങ്ങോട്ട് ആടുക, ഇടത്തോട്ടും ആടുക, മുമ്പേക്കും ആടുക, ബാക്കിലോട്ടും ആടുക. അങ്ങനെ ചൊല്ലി എണ്ണം കൂടി കൂടി വരുമ്പോൾ ആട്ടത്തിന്റെ സ്പീഡ് കൂടും. അങ്ങനെ ഒരു സംഗതികളുണ്ട്. അതുപോലെ ഇരുന്ന് ഡാൻസ് ചെയ്യുന്ന ദിക്റുകളുണ്ട്, കുമ്പിട്ടുന്ന് ഡാൻസ് ചെയ്യുന്ന ദിക്റുകളുണ്ട്, നീർന്ന് നിന്ന് നിവർന്ന് നിന്ന് ഡാൻസ് ചെയ്യുന്ന ദിക്റുകളുണ്ട്. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത തനിച്ച പുതിയ വിശ്വാസങ്ങളും കർമ്മ രീതികളും കൊണ്ടുവന്ന സൂഫിസം. ആ സൂഫിസം പ്രചരിപ്പിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ആളുകൾ സ്വീകരിച്ച മാർഗങ്ങൾക്ക് എന്താ പേര് പറഞ്ഞത്? ത്വരീഖത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞത്. എന്നാൽ ആ സൂഫിസം എന്ന് പറഞ്ഞാലും ത്വരീഖത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അപ്പൊ ഖാദിരിയ ത്വരീഖത്ത്, ആ ഖാദിരിയ ത്വരീഖത്തും മറ്റു പല ത്വരീഖത്തുകളും ത്വരീഖത്തുകളൊക്കെ അടിസ്ഥാനപരമായി പറയുന്നത് ഇപ്പൊ നമ്മൾ സുന്നത്തി ജമാഅത്തിന്റെ മാർഗം അനുസരിച്ചുകൊണ്ട് ഇബാദത്ത് ഒരാൾ ചെയ്യുമ്പോൾ ഇബാദത്തിന്റെ ലക്ഷ്യം എന്താ? സ്വർഗം നേടുക എന്നുള്ളതാണ്. സൂഫികളും ത്വരീഖത്തുകാരും പറഞ്ഞത് അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ലക്ഷ്യം വെക്കാൻ പാടില്ല. അങ്ങനെ സ്വർഗത്തിന് വേണ്ടി വല്ലവരും കർമ്മം ചെയ്താൽ ശിർക്ക് ചെയ്തു എന്നാണ്. പിന്നെ എന്തിനാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്? നമ്മൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുക്കണം. അടുത്ത് 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 ഞാനും അള്ളയും ഒന്നാകും. അതിന് ഫനാ പ്രാപിക്കുക എന്ന് പറയും. അല്ലെങ്കിൽ അള്ള നമ്മിലേക്ക് ഇങ്ങോട്ട് ലയിക്കും, അതിന് ഹുലൂലാകുക എന്ന് പറയും. അപ്പൊ ഒന്നുകിൽ ഫന അല്ലെങ്കിൽ ഹുലൂല്. അങ്ങനെ ആയിക്കഴിഞ്ഞ അവസാനം ഞാൻ തന്നെയാണ് അള്ളാന്ന് എനിക്കിങ്ങനെ തോന്നും. അപ്പൊ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞതിന് പകരം സുബ്ഹാനി എന്ന് പറയും. ചില ത്വരീഖത്ത് നിസ്കരിക്കാറില്ല, ത്വരീഖത്ത് മൂത്ത് അവസാനം നമസ്കരിക്കാറില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ഇനി ഈ ത്വരീഖത്തിന് ഷെയ്ഖിന് പെണ്ണുങ്ങൾ കൈ കൊടുക്കുന്ന ബയ്യത്ത് ചെയ്യുന്ന ഏർപ്പാടുകളുണ്ട്. ആ പെണ്ണ് പോയിട്ട് ഇമാമിന്റെ മുമ്പിൽ ബയ്യത്ത് ചെയ്യും, ഇമാമിന് ഷെയ്ഖിന് കൈ കൊടുക്കുകയും ചെയ്യുന്ന ഏർപ്പാട്. അപ്പൊ ഇതൊന്നും ഇസ്ലാം പറഞ്ഞതല്ല. അങ്ങനെ ഒരു ത്വരീഖത്തിൽ ചേരാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖാദിരിയ ത്വരീഖത്തിന്റെ ആളുകൾ ഖാദിരിയ ത്വരീഖത്തിലേക്ക് ക്ഷണിക്കുമ്പോ റിഫാഇയ ത്വരീഖത്തിന്റെ ആളുകൾ അതിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടും ആളെ പറ്റിക്കാനുള്ളതാണ്. ഇപ്പൊ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ത്വരീഖത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഖാദിരിയ ത്വരീഖത്ത് വരുന്നത്. അതിൽ പറയുന്നത് കാണാം, നേരത്തെ ചോദ്യത്തിൽ വന്നതുപോലെ മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖ ഫഹ്മിക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. മുരീദേ എന്നെ മുറുകെ പിടിച്ചോ. മുറുകെ പിടിക്കാറുണ്ട് ഷെയ്ഖിന് ത്വരീഖത്തിൽ ചേരുക. ആ ഷെയ്ഖിന് ത്വരീഖത്തിൽ ചേർന്നാലോ ഫഹ്മിക ഫിദ്ദുനിയാ, ഇഹലോകത്തും ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും, പരലോകത്തും ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുന്ന. എന്നാ മാല കിതാബിലും കാണാത് എന്റെ മുരീദുകൾ ഏതും പേടിക്കണ്ട, എന്റെ മുരീദിന് ഞാൻ കാവലം നോവർ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. എന്റെ മുരീദായ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ നല്ലവരല്ലെങ്കിൽ ഞാൻ നല്ലവനാണ്. അങ്ങനെയുള്ള ഒരു ഇസ്ലാം. ലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖറ. ഒരാളും ഒരാളുടെ പാപഭാരം പരലോകത്തിന് ഏറ്റെടുക്കൂല.
അപ്പൊ എന്തെല്ലാം പ്രാമാണികമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം എതിരാണ് സൂഫിസത്തിലൂടെയും ത്വരീഖത്തിലൂടെയൊക്കെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളയും റസൂലും പഠിപ്പിക്കാത്ത ദിക്റുകൾ. ഇപ്പൊ അമ്പംകുന്ന് നേർച്ച എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ കാണാം. ബീരാൻ ഔലിയപ്പാപ്പ, ലാ കണ്ണ ഇല്ലല്ല, ലാ മൂക്ക ഇല്ലല്ല, ലാ പല്ല ഇല്ലല്ല, ലാ നാവ ഇല്ലല്ല, ലാ പള്ള ഇല്ലല്ല, ലാ പുത്രൻ ഇല്ലല്ല, ലാ തല വല വാല ഇല്ലല്ല. ഒരു പുതിയ ദിക്റാണത്. അതും ത്വരീഖത്താണ്. പുസ്തകം ഇവിടെ കയ്യിലുണ്ട്. ബീരാൻ ഔലിയപ്പാപ്പ എല്ലാ കൊല്ലം നേർച്ച നടക്കുന്ന സ്ഥലമാണ്. അത് ത്വരീഖത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ റിഫായ റാത്തീബിൽ ഹാ ഹി ഹു ലാ അന ഇല്ല അംത, ലാ അംത ഇല്ലാത്ത അന, നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ, ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ. ഹാ ഹും ഹി ഹം ആഹ് അല്ല അല്ല ഇല്ല ഇല്ല എന്തില്ലാന്ന് ദിക്റാണത്. ത്വരീഖത്തിലെ ദിക്റുകളാണ് സ്വർഗത്തിലേക്കുള്ള മാർഗമായി പഠിപ്പിക്കുക. അപ്പൊ ഓരോ ത്വരീഖത്തിൽ ചെല്ലുമ്പോൾ ഓൾക്ക് സ്പെഷ്യൽ ദിക്റുകളും ഓൾക്ക് സ്പെഷ്യൽ ഇബാദത്തുകളും. അതാണ് നമ്മുടെ നാട്ടിലെ വ്യത്യസ്തങ്ങളായ ത്വരീഖത്തുകൾ ഒക്കെ പിഴവ. അത് അന്ന് റസൂല് പറഞ്ഞത് ഖുർആന്റെ വചനത്തിലൂടെ വഅന്നഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ. നിങ്ങൾ വ്യത്യസ്ത വഴികൾ പിൽക്കാലത്ത് വരും, ഒന്നിന്റെയും പിന്നാലെ കൂടണ്ട. അങ്ങനെ ആ സുബുലുകൾ വരും എന്ന് പറഞ്ഞപ്പോ ആ സുബുലുണ്ടല്ലോ വ്യത്യസ്ത വഴികൾ, അതിനെ ഇമാം മുജാഹിദ് വിശദീകരിക്കുകയാണ്. അൽ-സുബുലു അൽ മുറാദു ബിഹി അൽ ബിദ്അ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിദ്അത്തിന്റെ മാർഗങ്ങളാണ്. ഇതൊക്കെ ബിദ്അത്തുകളാ. അതുകൊണ്ട് നമ്മുടെ രക്ഷാമാർഗം ഏതാണ്? ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമ തലമുറ എന്റെ തലമുറ, പിന്നെ അടുത്തവർ, പിന്നെ അടുത്തവർ. ആ 300 കൊല്ലം 3 നൂറ്റാണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ എല്ലാ വണ്ടിവലാല മുസീബത്തുകളും വന്നിട്ടുള്ളത്. നമ്മൾക്ക് ആ മുമ്പുള്ളത് മതി. അതാണ് രക്ഷയുടെ മാർഗം. അതാ റസൂലും പറഞ്ഞത് മാക്കാന അലൈഹിൽ യൗമ അന വ സുഹാബി. ഇന്ന് ഞാനും എന്റെ സ്വഹാബത്ത് സ്വീകരിച്ച ത്വരീഖത്ത്, ആ മാർഗം അത് സ്വീകരിക്കുക. ഈ പിൽക്കാലത്തുണ്ടായ ത്വരീഖത്ത് സ്വീകരിക്കാത്തവൻ പഴച്ചവനാണ് എന്ന വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തുൽഹത്തും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ഫിൽ ജന്ന, അബൂ ഉബൈദത്തും ഫിൽ ജന്ന, ഒക്കെ സ്വർഗ്ഗത്തിലാണ്. ഓല് ഏത് ത്വരീഖത്താ കണ്ടത്? പ്രവാചകന് പഠിപ്പിച്ച ത്വരീഖത്തല്ലാതെ. അപ്പൊ അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച മാർഗം നമ്മുടെ മുമ്പിൽ ഖുർആനായിട്ടുണ്ട്, ഹദീസായിട്ടുണ്ട്, സ്വഹാബത്തിന് ജീവിതമുണ്ട്. അത് ജീവിത സരണിയായി സ്വീകരിക്കുക. വിശ്വാസ രംഗത്തും ആദർശ രംഗത്തും കർമ്മരംഗത്തും എല്ലാ മേഖലകളിലും അത് മാത്രമാണ് നമ്മുടെ രക്ഷയുടെ മാർഗം. മറ്റു എല്ലാ വഴികളും പിഴച്ച വഴികളാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല ഹക്കിൽ നിലകൊള്ളാനും ഹക്കായി നിലകൊണ്ടുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.